സെൻസിറ്റീവ് ആയിട്ടുള്ള ഇന്നത്തെ അഡോളസൻസിനെ കൈകാര്യം ചെയ്യാൻ തീർച്ചയായിട്ടും ഏറ്റവും ഉപകാരപ്രദമായ ഒരു ക്ലാസ്സാണ് നമ്മൾ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അതായത് നമ്മൾ കുട്ടികളെ കൈകാര്യം ചെയ്യുമ്പോൾ അവരെ മനസ്സിലാക്കുക, അവരെ പ്രായോഗിക തലത്തിൽ അവരെ മനസ്സിലാക്കി അവരെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ നയിക്കുക എന്നതാണ് ഒരു ടീച്ചർ എന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും അവരുടെ വികാരങ്ങളെ തിരിച്ചറിയുക, കരുണാപൂർവമായ ഒരു സമീപനത്തിലൂടെ അവർക്ക് സുരക്ഷിതം ഒരുക്കിക്കൊണ്ട് അവരെ മുന്നേറാൻ ഇന്ന് ഇവിടെ നടക്കുന്ന സാറ് നമുക്ക് നൽകുന്ന സാറിൻ്റെ അറിവ് നമ്മുടെ ചിന്തകളെ ഉദ്ദീപിപ്പിക്കാനും അതനുസരിച്ച് പ്രായോഗിക തലത്തിൽ വരുവാനും നമുക്കെല്ലാവർക്കും ഒരു ആത്മപരിശോധന ചെയ്യാനുമുള്ള ഒരു അവസരമായി. കാരണം അങ്ങനെയുള്ള കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അങ്ങനെ കൈകാര്യം ചെയ്യാൻ മാത്രം ഇമോഷണലി ഹെൽത്തി ആണോ നമ്മൾ എന്നത്. അപ്പം ഈ രണ്ട് മേഖലകളിലും ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികൾ നമ്മുടെ പ്രധാനമായിട്ടുള്ള ഒരു വിഷയം. ഇമോഷണലി ഹെൽത്തി ആവേണ്ട നമ്മൾ ഇമോഷണലി ഹെൽത്തി ആവണം, എന്നാലേ അല്ലേ നമുക്കുണ്ടെങ്കിലല്ലേ നമുക്ക് പകർന്നു നൽകാനാവുള്ളൂ. അങ്ങനെ ഒരു ടീച്ചർ ആവാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് പ്രധാന മേഖലകളെ വളരെ ഭംഗിയായി സമന്വയിപ്പിച്ച് കൈകാര്യം ചെയ്യാൻ ഈ ഒരു മേഖലയിൽ മാനസികാരോഗ്യ രംഗത്ത് സമൃദ്ധമായ അനുഭവവും പ്രായോഗിക പരിചയമുള്ള വിദഗ്ധനായ ഒരു വ്യക്തിയെ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഏറ്റവും ബഹുമാന്യനായ ശ്രീ അനൂപ് സാർ. തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമായി പ്രയോഗിക്കാൻ, പുതിയ അറിവുകൾ ലഭിക്കാനും നമ്മുടെ ചിന്തയെ ഉദ്ദീപിപ്പിച്ച് അത് നമ്മുടെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനും ഇന്നത്തെ ഈ നമ്മുടെ വിമർശലിൻ്റെയും IQAC-യുടെയും കൂടെ ചേർന്നുള്ള ഈ ഒരു സംരംഭത്തിൽ സാധിക്കട്ടെ. ഇങ്ങനെ നല്ലൊരു ചിന്തയ്ക്ക് ഏറ്റവും ഉപയോഗപ്രദമായ ഒരു കാര്യത്തിന് വേണ്ടി നമ്മുടെ കുട്ടികൾക്ക് ഒരു ക്ലാസ് കൊടുക്കണമെന്ന് ഇതിനെപ്പറ്റി ഒരുങ്ങി ചിന്തിച്ചൊരുങ്ങിയ നമ്മുടെ വിമർശലിലെ എല്ലാ അംഗങ്ങൾക്കും, പ്രത്യേകിച്ച് വിമർശലിലെ കോർഡിനേറ്റർ ദീപിക മിസ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ഞാൻ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. Thank you, ma'am. Now, I take this opportunity to introduce our esteemed guest of the day, Mr. Anup KK. Mr. Anup KK completed his post-graduation in psychology from Bharatiyar University. He is a dedicated consultant child psychologist, family counselor, marital counselor, and remedial trainer with rich professional experience in the field of mental health. He has worked in several clinics across Kerala, offering psychological support and therapeutic interventions for the children, adolescents, couples, and families. His multidisciplinary experience has enabled him to address emotional, behavioral, and developmental concerns with great sensitivity and professionalism. He also serves as an ADIP team psychologist, trainer and consultant psychologist at the Composite Regional Center, Kozhikode, functioning under the Ministry of Social Justice and Empowerment. In addition, he is associated with Ayurveda Child and Adolescent Care, Kozhikode, contributing his expertise to holistic child and adolescent mental health care. With his vast experience and deep understanding of adolescent psychology, we are truly privileged to have him with us today. So now I request other dignitaries to be seated with the audience, and I welcome our esteemed resource person for his valuable words, thoughts, and insights. നിങ്ങൾ ടീച്ചേഴ്സ് ആവാൻ പോകുന്ന ആൾക്കാരാണ് അല്ലേ? ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോയി തുടങ്ങിയോ? ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളെ ഇന്നത്തെ കാലഘട്ടം ഭയങ്കര ഒരു വല്ലാത്തൊരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് അല്ലേ? ആണോ? നിങ്ങൾ പത്രം അതേപോലെ ന്യൂസ് കാണാറുണ്ടോ? പത്രം വായിക്കുന്നവർ എത്ര പേരുണ്ട്? അങ്ങനെ സാധനമൊക്കെ ഉണ്ട് കേട്ടോ. പത്രം വായിക്കാൻ സമയമില്ലാത്തതാണോ അതോ സമയമില്ല?
വാർത്ത കേൾക്കുന്നവർ എത്ര പേരുണ്ട്? എങ്ങനെ നിങ്ങൾ വാർത്ത കേൾക്കുന്നേ? ടി വിയിലാണോ, ഫോണിലാണോ? ടി വിയിൽ എത്ര പേര് ടി വിയിൽ കാണുന്നവരുണ്ട്, ഫോണിൽ കാണുന്നവരുണ്ട്? ഓക്കെ, അറിയുന്നുണ്ടോ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ? ഓക്കെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കൊരു തൃശ്ശൂർ ജില്ലയിൽ നിന്ന് എനിക്കൊരു കോൾ വന്നിരുന്നു. ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പറ്റുമോ ചോദിച്ചിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു, എക്സാം ഇതായിട്ട്. അപ്പോൾ അവിടെ ടീച്ചേഴ്സും ബാക്കി അപ്പോഴാണ് നമ്മളെല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കും അല്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങൾ പഠിക്കാനൊക്കെ ഉപയോഗിക്കുന്ന മീഡിയം ഏതാണ്? ഫോണാണോ? നിങ്ങൾ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ജെമിനി, ChatGPT അതൊക്കെ അല്ലേ? ആണോ? അല്ല. ഓക്കെ, കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. ഒരു കുട്ടി അതേപോലെ ജെമിനിയോട് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു. ജെമിനി ചെയ്ത് കൊടുക്കുമല്ലേ, എന്ത് പറഞ്ഞാലും കേൾക്കും. നമ്മളെ പോലെ ഒന്നുമല്ല, ആണോ? നമ്മളാണെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കുമോ? ഒന്നും കേൾക്കൂല. പക്ഷെ അതെല്ലാം പറഞ്ഞാൽ കേൾക്കും. ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കൊടുത്തു. കുട്ടി അത് വെച്ച് പഠിക്കാൻ നോക്കി, പറ്റിയില്ല. ജെമിനിയോട് തന്നെ ചോദിച്ചു എങ്ങനെയാണ് സൂയിസൈഡ് ചെയ്യാറ്. മനസ്സിലായോ? അതാണ് ഇന്നത്തെ കാലഘട്ടം. ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്കാണ് നിങ്ങൾ എൻട്രി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കുട്ടികളുടെ ഇടയിലുണ്ട്. അപ്പം ആദ്യം ആര് ഫിറ്റ് ആവണം? നിങ്ങൾ ഫിറ്റ് ആവണം. ഒരു കുട്ടീനെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഒരു കുട്ടിയുടെ പ്രോബ്ലംസിനെ ആദ്യം ചിലപ്പോൾ തൊട്ടറിയാൻ ടീച്ചേഴ്സ് ആയിരിക്കും. നമുക്ക് ഒരുപാട് കേസുകൾ വരുന്നത് ടീച്ചേഴ്സ് വഴി റെഫർ ചെയ്ത് തരുന്ന കേസുകളാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ എൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് ഒരു ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവന് ഒരു പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ ഏബിൾ ആവണം ആര്? ടീച്ചേഴ്സ്. ഓക്കെ, അതിന് ആദ്യം നമ്മൾ ഫിറ്റ് ആവണം. നിങ്ങൾ എത്ര പേര് ഒരു 2-3 മന്തിനുള്ളിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തവരുണ്ട്? ഓക്കെ, ഒരു 6 മന്തിനുള്ളിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തവരാരൊക്കെയുണ്ട്? 1 ഇയറിനുള്ളിൽ? ഷുവർ, കുറേ പേരുണ്ടല്ലോ ഇതിൽ. പക്ഷേ എത്ര പേര് ഒരു 3 ഇയേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ 2 ഇയേഴ്സിനുള്ളിൽ ഒരു നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ഇവാലുവേറ്റ് ചെയ്തവരുണ്ട്? ആരെങ്കിലും ഉണ്ടോ? എന്തുകൊണ്ട് അത് വേണ്ടേ? മെൻ്റൽ ഹെൽത്ത് വേണ്ടേ നിങ്ങൾക്ക്? നിങ്ങൾ ഓക്കെ ആണോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നിങ്ങൾ ആരെങ്കിലും ചെക്ക് ചെയ്തിട്ടുണ്ട്? ഇപ്പൊ തന്നെ ഉറക്കം തുടങ്ങിയില്ല ആൾക്കാർക്ക്. ഓക്കെ, നോമ്പുള്ളവരുണ്ടോ? ഓക്കെ, ഹലോ, എത്ര നേരത്തെ ഞാൻ ചോദിച്ചു പോലെ നിങ്ങൾക്ക് മെൻ്റൽ ഹെൽത്ത് വേണ്ടേ? ക്ലിയർ ആവുന്നുണ്ട്? ഓക്കെ, നിങ്ങൾ എത്ര പേര് മെൻ്റൽ ഹെൽത്ത് ചെക്ക് ചെയ്തവരുണ്ട്? ആരുമില്ല. പറയാത്തതാണോ? ഞാൻ പറഞ്ഞാൽ മോശമാവൂ എന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ പറയാത്തവരാണോ? അല്ല. മെൻ്റൽ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് അല്ലേ? മെൻ്റൽ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് അല്ലേ? എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കുക? എനിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ട് എന്നെങ്ങനെ മനസ്സിലാക്കുക? നമുക്ക് ഡിസ്കഷൻ ആക്കാം. പോരെ? ഡിസ്കഷൻ ആക്കിയാൽ പോരെ? നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്, അതൊന്നും എന്നോട് പറയൂ. അതിനെപ്പറ്റി ഞാൻ സംസാരിക്കാം. അതല്ല നല്ലത്. ഓരോരുത്തർ പറയാം. സ്ട്രെസ്, പിന്നെ ആങ്കർ, പിന്നെ കേൾക്കുന്നില്ല ഓരോരുത്തർ ആൻസൈറ്റി, ഓവർ തിങ്കിങ്, പിന്നെ പിന്നെ മൂഡ് സ്വിങ്സ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? സൂസൈഡ് തോട്ട്സ് ഉണ്ടോ? ഉണ്ട്. എവിടെ ആ കേട്ടു. പിന്നെ സ്ലീപ്പ് പ്രോബ്ലംസ് ഉണ്ടോ? ഉറക്കം കിട്ടാത്ത
വിശപ്പില്ലാത്ത അവസ്ഥയുണ്ടോ? വിശപ്പില്ലാത്ത അവസ്ഥയുണ്ടോ? ആരോടും എനിക്ക് മിണ്ടാൻ തോന്നുന്നില്ല, ആരോടും സംസാരിക്കാൻ തോന്നുന്നില്ല, തോന്നാറുണ്ടോ? ആ, എനിക്ക് ഒന്നിലും ഒരു സന്തോഷം കിട്ടുന്നില്ല, എന്തിനും ഒരു ഹാപ്പി ആവുന്നില്ല, തോന്നാറുണ്ടോ? അപ്പല്ലേ എന്നെ കൊണ്ട് ഒരു ഉപകാരമില്ല, തോന്നാറുണ്ടോ? ഇല്ല. എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്ന് തോന്നാറുണ്ടോ? ഉണ്ടോ? ഇല്ല. കുറെ എവിടേക്ക് ഉണ്ട് ഇല്ല എന്നുള്ളത്. ഇതൊക്കെ നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്ന ഇഷ്യൂസ് ആണ്. എന്നിട്ടാണ് നിങ്ങൾ ആരും ഒന്ന് കൺസൾട്ട് ചെയ്യാത്തേ? കൺസൾട്ട് ചെയ്യണ്ടേ? കൺസൾട്ട് ചെയ്യുന്ന എല്ലാവർക്കും മാനസിക ക്ലിയർ ആണോ? കുറച്ച് ക്ലിയർ ആണോ? ക്ലിയർ അല്ല? അങ്ങോട്ട് വെക്കണം. ഇപ്പൊ ഓക്കെ ആണോ വോയിസ്? അല്ല. എന്നിട്ട് നിങ്ങൾ ആരും ഇതുവരെയായിട്ടും ഒന്ന് കൺസൾട്ട് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് കൺസൾട്ട് ചെയ്യാത്തത്? എന്താ? ഞാനിങ്ങനെ തന്നെയായിരുന്നു പഠിക്കുന്ന സമയത്ത്. എല്ലാവരും ഞാൻ പറഞ്ഞു വെക്കും, കാരണം എനിക്ക് ഇത്ര അറിയില്ല. ചോദ്യം ചോദിച്ചാൽ എല്ലാവരും വിളിച്ചു പറയും അല്ലേ ക്ലാസ്സിൽ. അതിന് കൂടെ ഞാനിപ്പോൾ എനിക്ക് കൊടുക്കും. എന്തുകൊണ്ടാണ് കൺസൾട്ട് ചെയ്യാത്തേ? സമയമില്ല. നിങ്ങൾക്ക് ഒരു പനി വന്നാൽ നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോകുമോ? ഇല്ല. ഓണ്ടാ പറഞ്ഞിട്ടുണ്ടല്ലോ, പനി വന്നാൽ ഡോക്ടറെ അടുത്ത് പോകുമോ? പോകും അല്ലേ? അപ്പൊ എന്തുകൊണ്ട് കൺസൾട്ട് ചെയ്യാത്തേ? ഇതിനകത്ത് ഇമ്പോർട്ടൻസ് ഇല്ലാത്തതുകൊണ്ടാണോ? അത് ഇതിനെ പറ്റി അറിയാത്തത് കൊണ്ടാണോ? അറിയാത്തതുകൊണ്ടാണോ? ആണോ? ഓക്കെ, നമുക്ക് അതിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എത്ര ശാരീരികപരമായിട്ടുള്ള അസുഖങ്ങളെ പറ്റി നിങ്ങൾക്കറിയാം? പറയുള്ളൂ. പനി, ചുമ, പിന്നെ പോരട്ടെ, തലവേദന, വേദനകളൊക്കെ കണക്കാണ്. പിന്നെ മൈഗ്രൈൻ, ക്യാൻസർ, അങ്ങനെ ഒരുപാട് ഹാർട്ട് പ്രോബ്ലംസ് എല്ലാം അറിയാമല്ലേ? നിങ്ങളെ ഒരു 5 മാനസിക രോഗങ്ങളുടെ പേര് പറയൂ. അതൊക്കെ ഡിപ്രഷൻ കേട്ടു, പിന്നെ ആൻസൈറ്റി, മൂഡ് സ്വിങ്സ് ഒക്കെ ഡിപ്രഷനൊക്കെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന സാധനമാണ്. ബൈപോളർ മൂഡ് ഡിസോർഡർ ആണ്, അൽഷിമേഴ്സ്, പിന്നെ OCD, ADHD. ഓക്കെ, കുട്ടികളിൽ ഉണ്ടാവുന്ന, നിങ്ങൾ ടീച്ചേഴ്സ് ആവുന്ന ആൾക്കാരാണ്. കുട്ടികളിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ് അത് ഡിസബിലിറ്റീസ് ആണ്. ഡിസബിലിറ്റീസും ഡിസോർഡേഴ്സും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ പറയാണ് ഇങ്ങനൊരു ഡിസോർഡർ, സൈക്കോ ഡിസോർഡർ എന്ന് വെച്ചാൽ പാരന്റ് പോയി കേസ് കൊടുത്ത് നിങ്ങൾ കൊടുക്കുന്നു. മനസ്സിലായോ? ഡിസബിലിറ്റിയും ഡിസോർഡറും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഡിസബിലിറ്റി ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന വൈകല്യങ്ങളാണ്. ഓക്കെ, ഓട്ടിസം, അതേപോലെ ലേണിംഗ് ഡിസബിലിറ്റീസ്, അതേപോലെ പിന്നെന്താ മെന്റൽ റിട്ടാർഡേഷൻ, ഇന്റലക്ച്വൽ ഡിസബിലിറ്റീസ്, പിന്നെ ഡൗൺ സിൻഡ്രോം ഒരു ക്രോമസോമൽ ഡിസബിലിറ്റിയാണ്. ഓക്കെ, ഇങ്ങനെ കുറേ ഡിസോർഡേഴ്സ് ഉണ്ട്. ഓക്കെ, ഡിസബിലിറ്റീസ് ഉണ്ട്. ഡിസോർഡേഴ്സ് ആയിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വഴി നമ്മൾ പിടിക്കാം. ഓക്കെ, അൽഷിമേഴ്സ് എന്ന് പറയുന്ന കാര്യം എന്താണ്? ഈ അൽഷിമേഴ്സ് നിങ്ങൾ കേട്ടതും കണ്ടതായ അൽഷിമേഴ്സ് കണ്ടിട്ടുണ്ടോ? ഓർമ്മക്കുറവുണ്ടാവുക, ഡിമെൻഷ്യ എന്ന് പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ. ഓർമ്മക്കുറവുണ്ട്, ചില ഭാഗങ്ങൾ മറന്നു പോവുക, അതേപോലെ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക, അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, അതുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഓർഗാനിക് ആയിട്ട് ഉണ്ടാവുന്ന ഡാമേജ് കൊണ്ട് ഉണ്ടാവുന്ന അസുഖങ്ങളാണ്. ഓക്കെ, നമ്മുടെ ബ്രെയിനിൽ ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ചില ഓർഗൻസിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ഡാമേജ് ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന കണ്ടീഷൻസ് ആണ് ഈ അൽഷിമേഴ്സ്, ഡിമെൻഷ്യ എന്ന് പറയുന്ന അവസ്ഥകൾ. അതിനുശേഷം പറയുന്നതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന കാര്യങ്ങളുണ്ട്. സബ്സ്റ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ പ്രോബ്ലം. സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നത് മാനസിക രോഗമാണോ? അല്ല,
നമ്മൾ തൃശ്ശൂർക്കാർക്കല്ലാതെ ഞാൻ പക്ഷെ മാനസിക രോഗമാണ് സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നത്. അവർ പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ശരിക്കും ഒരു സൈക്കോസിന്റെ എല്ലാ സിംറ്റംസും കാണിക്കാൻ തുടങ്ങും. ഇവർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും, വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവും, അതേപോലെ ക്രേവിങ് ഉണ്ടാവും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാനസികമായിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് പോകാൻ സംശയങ്ങൾ ഉണ്ടാവും, മൂഡ് സ്വിങ്സ് ഉണ്ടായിരിക്കും, അതേപോലെ ഫിസിക്കലായിട്ടുള്ള കുറേ സിംറ്റംസ് ഇവർ കാണിക്കും. ചിലവരുണ്ട് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും വീട്ടിൽ. പിറ്റേ സമയത്ത് ആരോഗ്യ സ്ഥിതി ഇവരെന്നെ ചോദിക്കും. ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് പോലുള്ള കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. പിന്നെ മദ്യം അല്ലെങ്കിൽ ഏത് ലഹരി മരുന്നായിക്കോട്ടെ ഉപയോഗിക്കുന്ന ചെറിയൊരു അളവിലായിരിക്കും തുടങ്ങുക. പിന്നെ അവർ അതിൻ്റെ അളവ് കൂടി 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 വന്ന് കണക്കില്ലാത്ത രീതിയിൽ മാറുന്ന പ്രോസസ്സിലേക്ക് പോകും. ഇതും ഒരു മാനസിക രോഗത്തിലേക്ക് പോകുന്നതിൻ്റെ സിംറ്റംസ് ആണ്. ചെറിയ അളവിൽ നിന്ന് അതിൻ്റെ അളവ് കൂടിക്കൂടി വരിക. പിന്നെ ഇത് ഏത് സബ്സ്റ്റൻസ് ആണോ ഇല്ലാതെ ഇരിക്കാൻ, കഴിക്കാതെ അല്ലെങ്കിൽ യൂസ് ചെയ്യാതെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഓക്കെ, ഇന്ന് സ്കൂളിലൊക്കെ ഇതേപോലെ പിള്ളേരെ കാണാറുണ്ടോ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു ഏജിൽ കൗമാരപ്രായത്തിൽ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇവരൊരു 5-10 വർഷം കഴിഞ്ഞാൽ എങ്ങനെത്തും? ഒരു മാനസികമായിട്ടുള്ള പല അവസ്ഥയിലേക്ക് എത്താം. അവർക്കൊരു സംശയങ്ങൾ ഉണ്ടാവും, പാർട്ട്ണറുടെ സംശയങ്ങൾ ഉണ്ടാവുന്ന അവസ്ഥയിലേക്ക് പോകും. നിങ്ങൾ എല്ലാവരെയും സംശയം ഉണ്ടാകും. അവൻ എന്നെ പറ്റി കുറ്റം പറയുകയാണ്, അവൻ എന്നെ വേറെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇവർക്ക് വേറെ റിലേഷൻസ് ഉണ്ട് എന്നൊക്കെ രീതിയിൽ ഇവർ പറയുന്ന രീതിയിലേക്ക് ഇവരുടെ മാനസികമായിട്ടുള്ളൊരു തലം മാറും. ഉറക്കം കിട്ടാത്ത അവസ്ഥ വരും. ഓക്കെ, ഇത് കഴിക്കാതെ ഉറക്കം കിട്ടാത്ത അവസ്ഥ വരും. ഇത് കഴിക്കാതെ സന്തോഷം കിട്ടാത്തൊരവസ്ഥ വരും. പലരും പറയുന്നത് സന്തോഷത്തിന് വേണ്ടി കഴിക്കുകയാണ്. ആണോ? സന്തോഷത്തിന് വേണ്ടി ഇത് കഴിക്കേണ്ട ആവശ്യമുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾ സന്തോഷിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ സന്തോഷിക്കുന്നത്? ഹാപ്പി ആവുന്നത് അറിയോ? ഒന്നും അറിയില്ല, വെറുതെ സന്തോഷിക്കുകയാണല്ലേ. എന്തുകൊണ്ട്, എങ്ങനെയാണ് നിങ്ങൾക്ക് സന്തോഷം വരുന്നത്? ഹോർമോൺസ്. ഏത് ഹോർമോണാ? ഡോപ്പമിൻ, സെറട്ടോണിൻ, ഓക്സിറ്റോസിൻ, അങ്ങനെ കുറേ ഹോർമോണുകളുണ്ട്. ഈ ഹോർമോണുകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. ബോറടിക്കുണ്ടോ? ഈ ഹോർമോൺസുകൾ നമുക്കുള്ളിൽ ഉണ്ടെങ്കിലാണ് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. ഈ ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഹാപ്പി ആവാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഈ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുമ്പോൾ ഇതിലൂടെ ഇവരുടെ പ്രൊഡക്ഷൻസ് ഉണ്ടാക്കാൻ നോക്കും. ഗ്രാജുവലി അത് കഴിച്ചാലേ ഈ ഹോർമോൺ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ മാറും. ഇപ്പൊ നോർമൽ പ്രൊഡക്ഷൻ അവിടെ ഇല്ലാണ്ടാവും. അങ്ങനെ ഇവർക്ക് സന്തോഷം എന്ന സാധനം ഒരു ലൈഫിൽ നിന്ന് കിട്ടാത്തൊരവസ്ഥയിലേക്ക് മാറാൻ സാധ്യതകളുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? പിന്നെ വരുന്നതാണ് മൂഡ് ഡിസോർഡേഴ്സ്, ഡിപ്രഷൻ, മാനിയ, അങ്ങനെ കുറേ, അതിൽ തന്നെ കുറേ ക്രൈറ്റീരിയ ഉണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണുന്ന ഡിപ്രഷൻ എടുക്കാം. ഡിപ്രഷൻ എന്താ? നിങ്ങൾ തന്നെ പറയും, ഈ ഡിപ്രഷൻ അടി പറയാറുണ്ടോ? പറയാറുണ്ടോ? അപ്പൊ അവള് പറയും എനിക്കുണ്ടേ അല്ലേ, എനിക്കും സാധനമുണ്ടേ. പറയാറുണ്ടോ? എന്തൊക്കെ നിങ്ങൾക്ക് കാണുന്ന സിംറ്റംസ് ഞാൻ പറയാം. ഒന്നിനും സന്തോഷം കിട്ടാത്ത അവസ്ഥ, ഉറക്കം കിട്ടാത്ത അവസ്ഥ, അതേപോലെ ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ള എനർജി ഇല്ലാത്ത അവസ്ഥ, ഇതൊക്കെയാണോ? ഡിപ്രഷൻ സിംറ്റംസ് ഇതൊക്കെ കുറേയൊക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. നമുക്ക് ഒന്നിനും സന്തോഷിക്കാൻ പറ്റില്ല. ഇന്ന് വരെ ഞാൻ ആഘോഷിച്ചിരുന്ന അല്ലെങ്കിൽ സന്തോഷം കിട്ടിയിരുന്ന കാര്യങ്ങളിൽ പോലും എനിക്ക് സന്തോഷിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറുകയും, അതേപോലെ സ്ലീപ്പിന് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, വിശപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറവായിരിക്കും, ആരോട് സംസാരിക്കാൻ തോന്നില്ല, എല്ലാവർക്കും മാറി നിൽക്കാനുള്ള പ്രവണത, ഒന്നും ചെയ്യാനുള്ളൊരു എനർജി ഉണ്ടാവില്ല, പിന്നെ ഒരു ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ഒന്നല്ല, അങ്ങനെ പോകുന്നു, ഇത്രേ ഉള്ളൂ, എനിക്ക് മടുത്തു, അതൊക്കെയാണ് എനിക്ക് ഫീൽ ഉണ്ടാവുക. അല്ലാത്തൊരു മടുപ്പായിരിക്കും അവർക്ക് ഉണ്ടാവുക, ഒരു വേർത്ത്ലെസ് ആയിട്ടുള്ള ഫീൽ ആയിരിക്കും, എന്നെ കൊണ്ട് ഒരു ഉപകാരമില്ല എന്നുള്ള തോന്നലുകൾ ഉണ്ടാവും. പിന്നെ അത് ഗ്രാജുവലി സൂയിസൈഡൽ തോട്ടുകളിലേക്ക് വരും. മനസ്സിലായോ? ആത്മഹത്യ ചെയ്യാനുള്ള ചിന്തകളിലേക്ക് വരാം. ഓക്കെ, ക്ലിയർ ആയോ? പിന്നെ ഒരു കുട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരാൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എന്താ ചെയ്യണ്ടേ? ഒരു രാത്രി വിളിച്ചിട്ട് പറയണം, എടി എനിക്ക് ഭയങ്കര ഉറക്കം സൂയിസൈഡ് ചെയ്യാൻ തോന്നുന്നു പറയും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക? ഫോട്ടോ കട്ടിയില്ലേ? ലാസ്റ്റ് പോലെ എൻ്റെ ഇവിടെ പട്ടിയോ കട്ടിയോ? ഇവിടെ എന്നോട് പറഞ്ഞിട്ട് അതെങ്ങനെ കേട്ടിട്ട് സൂയിസൈഡ് ചെയ്ത് പോലീസ് എൻ്റെ വീട്ടിൽ വരുമോ? അങ്ങനെ ചെയ്യുമോ? പിന്നെ എന്താ ചെയ്യണ്ടേ?
ആരുടെ പാരൻസിനോട് പറയും? അവളുടെ പാരൻസിനോട് പറയും. അപ്പൊ നിന്നോട് പറഞ്ഞൊരു കാര്യമില്ല, നീ എന്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന ഒരാളാണ്, അപ്പൊ ഇനി നിന്നോട് പറയണ്ട, സങ്കടം വന്നാൽ. അങ്ങനെ ചിന്തിക്കില്ലേ? പിന്നെ പറ, എങ്ങനെയാ മാറ്റുക? ഞാൻ ആത്മഹത്യ പോകണമെന്ന് പറയുമ്പോ ബിരിയാണി കഴിച്ച കാര്യം പറഞ്ഞിട്ട് പറ്റുമോ? എങ്ങനെ മാറ്റുക? എങ്ങനെ ചിന്തയിൽ മാറ്റുക എന്ന് പറഞ്ഞേ പറയണോ? ചിന്തിക്കും, വെറുതെ നിങ്ങൾ സാധാരണ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കും. എന്താ നമുക്ക് ആ സാഹചര്യത്തിൽ ചെയ്യേണ്ടത്? ചിലപ്പോൾ ഇതേപോലെ സാഹചര്യം നിങ്ങൾ ഫ്യൂച്ചറിൽ ഉണ്ടാവും കേട്ടോ. കുട്ടികൾ ചിലപ്പോൾ വിളിക്കാം, പല ആൾക്കാർ നിങ്ങളോട് സംസാരിക്കാം. ടീച്ചേഴ്സ് ആവുമ്പോൾ ഇതേപോലെ പാരൻസ് ആയിട്ട് ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പൊ എന്താ ചെയ്യാം? പറ. കേൾക്കുക, നല്ലൊരു ലിസണർ ആവുക. ഒരു പ്രെജുഡിസ് അല്ലാതെ, മുൻവിധികളോടല്ലാതെ നമ്മളത് കേൾക്കുക. നീ നേരിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഒരാൾ ഡയറക്റ്റ് ഒന്ന് പറയാം, നേരത്തെ പറഞ്ഞ പോലെ എനിക്കിങ്ങനൊരു ഇമോഷൻ തോന്നുന്നു, എനിക്കിങ്ങനെ സങ്കടം വരുന്നു, അനാവശ്യമായിട്ടുള്ള ചിന്തകൾ കയറി വരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ കുട്ടികളുടെ പാരൻസോ പറയും. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവർ മാറ്റിയെത്തിയിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം അവർ പറയുന്നത് എല്ലാം നിങ്ങൾ കെയർഫുള്ളായിട്ട് കേൾക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൊടുക്കണം. ആ സമയത്ത് ഫോൺ നോക്കരുത്, മറ്റു സാധനത്തിലേക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്യരുത്. മാക്സിമം ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇരിക്കണം. ഓക്കെ, ക്ലിയർ ആയി പറയുന്നത്? അതുപോലെ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അവർ പറഞ്ഞെല്ലാം കേൾക്കുക, അവരെ ജഡ്ജ് ചെയ്യാതെ സംസാരിക്കുക, അവരെ നീക്ക് പ്രെജുഡീസ് അല്ലാതെ, മുൻവിധികളോടല്ലാതെ ആ കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൊടുക്കുക. കേട്ടോ? അവിടെ നമ്മൾ അതൊന്നും ഇല്ലടി, അത് സാധാരണ കാര്യമാണ്, അത് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ അവർ പറയുന്നത് നിസ്സാരമായിട്ട് കാര്യമായിരിക്കും, പക്ഷെ ഇവരുടെ ഉള്ളിൽ അതിൻ്റെ ഇമ്പാക്ട് വലിയ രീതിയിലായിരിക്കും. അപ്പം നമ്മൾ അതിന് നിസ്സാരവൽക്കരിച്ച് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് തോന്നും ഇവരോട് പണ്ട് കാര്യമില്ല, ഇവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്തോ. ഓക്കെ, അതിന് പകരം എനിക്ക് നീ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ട് എന്ന രീതിയിൽ നമ്മൾ അവരോട് സംസാരിക്കാനും ഇടപഴകാനും ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൊടുക്കണം. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ അതിനെ നിസ്സാരവൽക്കരിച്ച് കാണരുത്. അതേപോലെ നല്ല അറ്റൻറ്റീവായിട്ട് നമ്മൾ ആ കാര്യങ്ങൾ പറഞ്ഞത് കേൾക്കണം. അതേപോലെ നിങ്ങൾക്കാണ് പ്രോബ്ലം എങ്കിൽ നിങ്ങൾ പറയാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൊടുക്കണം. ഇപ്പം എനിക്കൊരു പ്രശ്നമുണ്ട്, എനിക്ക് ആ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനത് തുറന്നു ഒരാളോട് പറയണം. പറഞ്ഞെങ്കിൽ ആർക്കും അറിയില്ല അല്ലേ? എനിക്കൊരു വിഷമമുണ്ട്. ഇപ്പം ഇന്നലെ ഞാൻ കുട്ടിയെ കണ്ടു. അപ്പം ആ കുട്ടി സ്കൂളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്, എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണ്, നല്ല ആക്റ്റീവായ ഒരു കുട്ടിയാണ്. ആ കുട്ടി പക്ഷേ ആരുമില്ലാത്ത സമയത്തൊക്കെ ഭയങ്കര സങ്കടപ്പെടും, കരയും. അങ്ങനെ ഉണ്ടാവാൻ ആ കുട്ടിക്ക് ഫാമിലിയിൽ കുറേ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ പുറത്ത് കണ്ടാൽ ആ കുട്ടിക്ക് ഇങ്ങനെ ഇമോഷൻ ഉണ്ട് നമുക്ക് അറിയില്ല. പക്ഷെ ആ കുട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ക്ലാസ്സിൽ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. ആ കുട്ടിക്ക് മാത്രമേ ഈ എൻ്റെ ഫ്രണ്ടിന് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ ആ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്ന ഒരാളെ ആ ക്ലാസ്സിലുള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ? അങ്ങനെ ഓരോ ആളുകളിലും നിങ്ങൾ പിക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൊടുക്കണം. ഒരാളോടെങ്കിലും നിങ്ങൾ പറയണം എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത്. പറയുന്നില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലാകും ഇങ്ങനെ കിടന്ന് ലാസ്റ്റ് അത് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റാത്ത രീതിക്ക് അത് മാറും. ഓക്കെ, ക്ലിയർ ആയോ? അങ്ങനെ പിന്നെ നിങ്ങൾ പറഞ്ഞ സ്ട്രെസ് ഒരു പ്രോബ്ലം ആണോ? സ്ട്രെസ് പ്രോബ്ലം ആണോ? സ്ട്രെസ് ഉള്ളതുകൊണ്ടാണോ നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്? അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുമോ? എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്? അറ്റൻഡൻസ് അതുള്ളൂ. പിന്നെ ജോലിക്ക് വേണ്ടിയല്ലേ? നല്ലൊരു കരിയർ ഉണ്ടാവണം. പിന്നെ ഇവിടെ ക്ലാസ്സിൽ വരുന്ന മാർക്ക് കിട്ടണം. നിങ്ങൾ ഓരോ കാര്യത്തിനല്ലേ? ഇതൊക്കെ സ്ട്രെസ് അല്ലേ? ആണോ? ഇതൊക്കെ സ്ട്രെസ്സാണ്. ആ സ്ട്രെസ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ സ്ട്രെസ് നല്ലതാണോ ചീത്തയാണോ? ആണോ? നല്ലതല്ലേ സ്ട്രെസ്? ഒരു പരിധി വരെ എല്ലാത്തിനും ബൗണ്ടറി കിട്ടും. യൂസ്ട്രെസ്സും ഉണ്ട്, ഡിസ്ട്രെസ്സും ഉണ്ട്. ചില ആൾക്കാരുണ്ട്, അയ്യോ എനിക്ക് എക്സാം ഉണ്ടല്ലോ എന്ന് ചിന്തിച്ചിട്ട് പഠിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട്, പഠിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ഈ ചിന്ത കൊണ്ട് എക്സാമിന് പഠിക്കാൻ പറ്റുന്നില്ല. ചിലവരുണ്ട്, അയ്യോ എനിക്ക് എക്സാം ഉണ്ടല്ലോ എന്ന് ചിന്തിച്ചിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇതില് യൂസ്ട്രെസ്സും ഉണ്ട്, ഡിസ്ട്രെസ്സും ഉണ്ട് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യാം?
ഓക്കെ, നിങ്ങൾ സ്ട്രെസ് വന്നാൽ എന്താ ചെയ്യുക? കുറെ ഫുഡ് ഇട്ടില്ലേ? ആണോ? ഉറങ്ങൂലേ? അല്ലെങ്കിൽ കുറെ കരയും, കുറെ ദേഷ്യപ്പെടും, ആണോ? സ്ട്രെസ് വരുമ്പോൾ എന്താ ഉണ്ടാവുക? ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നിനോടും എന്താ പറയുക, ഒന്നിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, മറവിയൊക്കെ വരാറുണ്ടോ? മറന്നു പോകുന്നുണ്ടോ? ഞാൻ നന്നായി പഠിക്കും സാർ, എന്നിട്ട് ഞാൻ ക്ലാസ്സിൽ നിന്നൊക്കെ മറന്നു അല്ലേ? അതിന് കാരണം എന്താ? നിങ്ങൾക്ക് ആൽഷിമേഴ്സോ ഡിമെൻഷ്യോ ഒക്കെ തുടങ്ങാൻ സമയമായോ? ഇല്ല, അത് ഏജ് ആകുമ്പോഴുണ്ടാവുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ മറന്നു പോകുന്നത്? സ്ട്രെസ് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കാര്യം ചെയ്യും. നിങ്ങളുടെ പേപ്പർ ഉണ്ടോ? ഇല്ല അല്ലേ? ഫോണിലില്ല ഏതെങ്കിലും? ഫോൺ കയ്യിലൊക്കെ എന്താ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ സാറില്ല. നിങ്ങൾ ഞാൻ കുറച്ച് ആക്ടിവിറ്റി തരട്ടെ? തരട്ടെ? ചെയ്യോ? ഞാൻ പേപ്പർ എടുക്കാൻ പറയാൻ മറന്നു നിങ്ങളോട്. ഓക്കെ ഫൈൻ. നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്യുന്ന തോട്ടുകൾ നിങ്ങളൊന്ന് എഴുതൂ. ഫോണിൽ ടൈപ്പ് ചെയ്താൽ മതി. പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഫോൺ യൂസ് ചെയ്യാം. നോട്ട് ചെയ്യൂ ഏറ്റവും സ്ട്രെസ് ചെയ്യുന്ന കാര്യം. കോപ്പി അടിക്കരുത്, അതുപോലും കോപ്പി അടിക്കരുത്. എഴുതിയോ? എസ് സി ആണോ? കുറെ ഉണ്ടോ? എഴുതിയോ? ഓക്കെ, ആ സ്ട്രെസ് വന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് ചിന്തിച്ചത്? കുറച്ച് എങ്ങനെയാണ് ചിന്തിച്ച കാര്യങ്ങൾ എഴുതുക, എങ്ങനെയാണ് ബിഹേവ് ചെയ്തത് അതൊന്നും എഴുതൂ. പറ്റില്ല? മനസ്സിലായോ ഞാൻ പറഞ്ഞത്? നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ തോട്ട് എന്തായിരുന്നു, നിങ്ങളുടെ ബിഹേവിയർ എന്തായിരുന്നു, ചിന്ത എന്തായിരുന്നു, ആ സമയത്ത് നിങ്ങൾ ആ റിയാക്ട് ചെയ്തത് എങ്ങനെയായിരുന്നു? പോസിബിൾ ആണോ എഴുതാൻ? ചിന്തിച്ചു വയ്ക്കുക. എഴുതണ്ട, കുറെ ഉണ്ടാവില്ല എഴുതാൻ. പറ്റും എഴുതാനായിട്ട്? പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യും ആ സമയത്ത് നിങ്ങളുടെ ബിഹേവിയർ എങ്ങനെയായിരുന്നു. ഇപ്പം എനിക്കൊരു സ്ട്രെസ് വന്നു, ആ സമയത്ത് ഞാൻ എങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്തത് എന്ന് ചിന്തിക്കണം. എന്നാലാണ് നമ്മൾ ഏതൊരു കാര്യത്തിന് ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിഹേവിയർ ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എന്താണ് അവിടെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ, എന്താണ് ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ഞാൻ ആദ്യം അവെയർ ആവണം. മനസ്സിലായോ? എൻ്റെ ബിഹേവിയർ ഞാൻ ട്രാക്ക് ചെയ്യണം. ഇപ്പോൾ ഈ സമയത്ത് ഞാൻ എന്താ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്ന് നോക്കുക. ഞാൻ അതിനെ എങ്ങനെയാണ് പ്രകടിപ്പിച്ചത്? ചിലപ്പോൾ ദേഷ്യം വന്നിട്ടാവും, ചിലപ്പോൾ എന്തെങ്കിലും എരിഞ്ഞു പൊട്ടിച്ചിട്ടായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും എല്ലാത്തും മാറി നിന്നിട്ടായിരിക്കും, കരഞ്ഞിട്ടായിരിക്കും എന്ന രീതിയിൽ നിങ്ങൾ അതിനെ ട്രാക്ക് ചെയ്യുക. ചെയ്തു നോക്കുക. നിങ്ങൾ ഇപ്പം ചെയ്യണമെന്നില്ല, നിങ്ങൾ ചെയ്തു നോക്കുക. എന്നാലാണ് ഞാൻ എന്തൊക്കെയാണ് മാറ്റേണ്ട കാര്യങ്ങളിൽ നിന്ന് ഞാൻ കോൺഷ്യസ് ആവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ കോൺഷ്യസ് ആവുള്ളൂ. ഓക്കെ, ആദ്യം നിങ്ങളുടെ ബിഹേവിയർ നിങ്ങൾ ട്രാക്ക് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഇതിനെങ്ങനെയാണ് ഞാനത് മാറ്റേണ്ടത്? ഈ സമയത്ത് എനിക്ക് എന്താണ് സംഭവിച്ചത്? ചിലപ്പോൾ നിങ്ങൾ എക്സാം ഹോളിൽ കയറുന്നേക്കാൾ മുൻപ് നിങ്ങൾക്ക് സ്ട്രെസ് വരും അല്ലേ? ഇപ്പം എന്തൊക്കെ ഉണ്ടാവും നിങ്ങളുടെ ബോഡിയിൽ? ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ടോ? ചിലർ വിയർക്കും, കണ്ണൊക്കെ ചിലപ്പോൾ തൊണ്ടയൊക്കെ, ചിലപ്പോൾ തലറങ്ങി കൂടും. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടോ? ഇവിടെയൊക്കെ ഭയങ്കര വലിഞ്ഞു കുറുക്കുന്ന പോലെയൊക്കെ തോന്നും. സെമിനാർ എടുക്കുന്ന സമയത്തുണ്ടാവും സൗണ്ട് വരില്ല, പക്ഷേ ശബ്ദം വരാത്ത പോലെയൊക്കെ തോന്നും. തോന്നാറുണ്ടോ? ഇതൊക്കെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാവുന്നതെന്ന് അറിയോ? സയൻസ് പഠിച്ചവരാണ് നിങ്ങളെല്ലാവരും? എല്ലാവരും സയൻസ് പഠിച്ചവരാണ്? അല്ല, കുറച്ച് പേര്. എന്നാലും നിങ്ങൾ 10th വരെയൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ? നിങ്ങളുടെ ഉള്ളിൽ ഒരു ഓട്ടോണമസ് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞ നെർവസ് സിസ്റ്റം ഉണ്ട്.
നാഡീവ്യൂഹമുണ്ട്. അറിയോ? പഠിച്ചിട്ടുണ്ടോ? ഇതിന്റെ പ്രവർത്തനം എന്താ? ആ അങ്ങനെ ചോദിക്കല്ലേ അല്ലേ, അത് പറയണ്ടേ അല്ലേ? പറ, എന്താ ഇതിന്റെ പ്രവർത്തനം എന്താ? പറയൂ. അറിയില്ല. അതായത് നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാവുന്ന ചില സ്ട്രെസ്സിനെ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ആക്റ്റീവ് ആകുന്നത്. ഇതിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: സിന്തറ്റിക് നെർവസ് സിസ്റ്റം, പാരാസിന്തറ്റിക് നെർവസ് സിസ്റ്റം. ഈ ഒരു സ്ട്രെസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു തോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഈ സിന്തറ്റിക് നെർവസ് സിസ്റ്റം വർക്ക് ചെയ്യാൻ തുടങ്ങും. മനസ്സിലായോ? സിന്തറ്റിക് നെർവസ് സിസ്റ്റം വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഹാർട്ട് ബീറ്റ് കൂടും. അതേപോലെ മറ്റു ചേഞ്ചുകളൊക്കെ ഉണ്ടാവുന്നത് ഈ സിന്തറ്റിക് നെർവസ് സിസ്റ്റം വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. ഹാർട്ട് ബീറ്റ് കുറേ ദിവസങ്ങൾ നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കുറേ നേരങ്ങൾ നിൽക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഒരു 10-15 കുറച്ച് സമയം കഴിയുമ്പോൾ നോർമൽ ആവുന്നില്ലേ? അത് നിങ്ങളുടെ ഉള്ളിൽ പാരാസിന്തറ്റിക് നെർവസ് സിസ്റ്റം വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ. ഈ സ്ട്രെസ് വന്നിട്ടോ ആൻസൈറ്റി വന്നിട്ടോ ആരും മരിക്കില്ല. അവരിലെല്ലാം ഉണ്ടാവുന്ന സിംറ്റംസ് ഇതാണ്. അപ്പൊ ആദ്യം ഈ എൻ്റെ ബോഡിയിൽ ഉണ്ടാവുന്ന സിംറ്റംസിനെ ആദ്യം ഞാൻ മനസ്സിലാക്കണം, എന്നാലേ എനിക്കത് മാറി നിൽക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും എന്താ ഉണ്ടാവും, എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും, വലിയ എന്തോ അസുഖമാണ്, വലിയ എന്തൊരു ഇതിലേക്ക് പോവുകയാണെന്ന് ചിന്തിക്കും. ആ ചിന്ത വരുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ കൂടുതൽ സ്ട്രെസ്സിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ ഈ പ്രോസസ്സാണ് എൻ്റെ ബോഡിയിൽ നടക്കുന്നത്. ഈ സിന്തറ്റിക് നെർവസ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്, കുറച്ച് പാരാസിന്തറ്റിക് നെർവസ് സിസ്റ്റം വർക്ക് ചെയ്യും. അപ്പോൾ ഇത് നോർമലാവും. ഓക്കെ. ഇതാദ്യം നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. എന്നിട്ടും നിങ്ങൾക്ക് അതിനോട് കോപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അടുത്തൊരാളോട് തുറന്നു പോകണം, ഇങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ട് എന്ന് പറയാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കണം. അത് സെക്കൻഡ് ലെവലിലാണ്. എന്നിട്ടും നിങ്ങൾക്ക് അതിനെ കോപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അങ്ങനെ പറ്റാതിരിക്കാറുണ്ടോ? ഞാനൊരു സാധനം പറഞ്ഞുതരാം, അത് ചെയ്യോ? ഫ്രീ ആയിട്ടിരിക്കുക. എല്ലാവരും കൈയൊക്കെ വയ്ക്കുക, ഫോണൊക്കെ മാറ്റി വയ്ക്കുക. ഓക്കെ. ഓക്കെ ആണോ? റെഡിയായോ? എല്ലാവരും കണ്ണടയ്ക്കും. കണ്ണടച്ചോ? ഇനി ഞാൻ പറയുന്നത് മാത്രം കേൾക്കുക കേട്ടോ. ഞാൻ നിങ്ങളെ പതുക്കെ ഒരു ബ്രീത്തിങ് എക്സസൈസ് പഠിപ്പിക്കുകയാണ് കേട്ടോ, ടെൻഷൻ റിലീസ് ചെയ്യാനായിട്ട്. Slowly take your breath. Slowly take your breath. Slowly breathe out. Slowly breathe out. Take your breath slowly. Slowly breathe out. Take your breath slowly. Slowly breathe out. Relax your body. Relax your body. Relax your body. കാൽപാദത്തിലെ ഫിംഗേഴ്സ് എല്ലാം ടൈറ്റ് ചെയ്ത് പിടിക്കാം. കാൽപാദത്തിലെ ഫിംഗേഴ്സ് എല്ലാം ടൈറ്റ് ചെയ്ത് പിടിക്കാം. Slowly relax your muscles. Slowly relax your muscles. Take your breath slowly. Slowly breathe out. Relax your body. Leg muscles maximum tight ചെയ്ത് പിടിക്കുക. Leg muscles maximum tight ചെയ്ത് പിടിക്കുക.
Slowly relax your muscles. Slowly relax your muscles. Slowly relax your muscles. Take your breath slowly. Slowly breathe out. Relax your body. Relax your body. കയ്യിലെ മസിൽസ് മാക്സിമം ടൈറ്റ് ചെയ്ത് പിടിക്കുക. കയ്യിലെ മസിൽസ് മാക്സിമം ടൈറ്റ് ചെയ്ത് പിടിക്കുക. Slowly relax your muscles. Slowly relax your muscles. Slowly relax your muscles. Take your breath slowly. Slowly breathe out. Take your breath slowly. Slowly breathe out. Relax your body. Relax your body. Relax your body. ബോഡി ഫുള്ളായി റിലാക്സ്ഡ്. നമ്മളിങ്ങനെ ബോഡിയുടെ വെയിറ്റ് ഇങ്ങനെ കുറഞ്ഞ് വരുന്ന ഇങ്ങനെ ഇമാജിൻ ചെയ്യും. ബോഡി ഇങ്ങനെ വെയിറ്റ് കുറഞ്ഞ് രപ്പത്താടിയെ പോലെ ഇങ്ങനെ റിലാക്സ്ഡ് ഇങ്ങനെ പാടി നടക്കുന്ന ഫീൽ ഇങ്ങനെ ഇമാജിൻ ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ ഹാപ്പിനെസ്സിനെ പറ്റി ഇങ്ങനെ ഇമാജിൻ ചെയ്യാം. Take your breath slowly. Slowly breathe out. Relax your body. Slowly relax your body. Slowly open your eyes. Slowly open your eyes. How do you feel? എന്താ ഫീൽ ചെയ്തേ? ഒന്നും ഫീൽ ചെയ്തില്ല? റിലാക്സ് ആയോ? നിങ്ങൾ എന്ത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക കുറച്ച് സമയം. അതേപോലെ നിങ്ങൾ ടെൻഷൻ വരുന്ന സമയത്ത് ആ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന പ്രോസസ്സ് ഉണ്ടല്ലോ ഫസ്റ്റ് നമ്മൾ ചെയ്തത്, അത് എന്തെങ്കിലും ബോഡി പാർട്ട് സ്ട്രെസ് ചെയ്ത് പിടിച്ച് പതുക്കെ റിലാക്സ് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? നിങ്ങൾ ടെൻഷൻ വരുമ്പോൾ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഉറക്കം വരാതിരിക്കും. രാത്രി കിടന്ന് ചിലപ്പോൾ ഉറക്കം വരില്ല അല്ലേ? വരാത്തവരുണ്ടാവും. ഉറക്കം വന്നു എല്ലാവർക്കും ഉറങ്ങാനൊക്കെ തോന്നിയില്ലേ? ചിലവ് നല്ല ഉറക്കമായിരുന്നു. ഉറക്കം വലിക്കുന്ന പേടിയായിരുന്നു ഞാൻ. ചിലവർ മാറ്റിച്ചാലോ. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് എടുത്തിട്ട് ഉറക്കം വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങളുടെ ടെൻഷനും അതേപോലെ കാര്യങ്ങൾ മാറ്റാനായിട്ട് ആദ്യം വേണ്ടത് എന്താണെന്നല്ലോ, നമ്മുടെ ലൈഫിൽ റുട്ടീൻ ഉണ്ടാക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും റുട്ടീൻ ഉണ്ടോ? എന്തെങ്കിലും ചിട്ടയായ ജീവിതങ്ങളുണ്ടോ? ഇല്ല. ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കുന്നു, കുറേ എഴുതുന്നു, കുറേ പഠിക്കുന്നു, കുറേ ചാർട്ട് വരയ്ക്കുന്നു, പിന്നെ ഫുഡ് കഴിക്കുന്നു, കിടക്കുന്നു, കോളേജ് ഇതല്ലേ. പക്ഷെ നമുക്ക് എപ്പോഴും നമ്മളുടേതായ ഒരു മീ ടൈം വേണം. അതേപോലെ നമ്മുടേതായ കുറച്ച്
ഫിസിക്കൽ കുറച്ച് ആക്ടിവിറ്റി ചെയ്യണം. എത്ര പേര് എക്സസൈസ് ചെയ്യുന്നവരുണ്ട് ദിവസം? ഭാഗ്യം, 1 2 ഒന്ന് മാമായിപ്പോയി. ഓക്കെ, നിങ്ങൾ എക്സസൈസ് ചെയ്യണം ഒരു 20 മിനിറ്റ് എങ്കിലും ഒരു ദിവസം. അത് ചെയ്യാൻ പറ്റുമോ? എന്തിനാ ഞാൻ എക്സസൈസ് ചെയ്യണം പറയുന്നത്? വെറുതെ അല്ലേ? മസിൽ വരാനാണോ? പിന്നെ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ജിമ്മിനൊക്കെ പോയിട്ടുണ്ടാരെങ്കിലും? പോയിട്ടില്ല. പോകുന്ന സമയത്തൊക്കെ പോകുന്നുണ്ടോ? അവിടെ എല്ലാവരും ഭയങ്കര ഹാപ്പി അല്ലേ? ഭയങ്കര സംസാരിക്കും, ഭയങ്കര റിലാക്സ്ഡ് ആണ് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ. എന്തുകൊണ്ടാണെന്നറിയോ? അവിടെ സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള കുറേ ഹോർമോണുകൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡോപ്പമിൻ സെറോട്ടോണിനൊക്കെ ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഹാപ്പിനെസ് കിട്ടും. മനസ്സിലായത്? നമ്മുടെ ബോഡി ആക്റ്റീവ് സ്റ്റേജിൽ ഇരിക്കുന്ന സമയത്താണ് ഇത്തരം ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇന്ന് പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമോ? കുറച്ച് സമയം 15-20 മിനിറ്റ് അത് നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ലേ? ഓക്കെ, ചെയ്യോ? എവിടെ അല്ലേ? ചുമ്മാ വെറുതെ തലയാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു 15-20 മിനിറ്റ് നിങ്ങൾ ഫിസിക്കൽ വർക്കൗട്ട് ചെയ്യുക. അതേപോലെ ഒരുപാട് ടെൻഷൻ വരികയാണെങ്കിൽ ഇതേപോലെ എക്സസൈസ് ചെയ്യുക. രാത്രി കിടക്കാൻ നേരത്തോ അല്ലെങ്കിൽ ബാക്കി നിങ്ങൾ റിലാക്സേഷൻ വേണം തോന്നുന്ന സമയത്ത് ഇതേപോലെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. ഇത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാക്കി മാറ്റുക. ഇതൊരു ബിഹേവിയർ ആക്കുക. ബിഹേവിയർ എങ്ങനെയാണ്? ബിഹേവിയർ എന്താ? പഠിച്ചതല്ലേ? പഠിച്ചിട്ടില്ലേ ബിഹേവിയർ? എന്താ ബിഹേവിയർ? എങ്ങനെ ഒരു ബിഹേവിയർ ഉണ്ടാവും? സ്വഭാവം എങ്ങനെ ഉണ്ടാവുന്നത്? കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബിഹേവിയറായി മാറുക. അതായത് നമ്മൾ സൊസൈറ്റിയിൽ നിന്നും നമ്മുടെ ഫാമിലിയിൽ നിന്നും കണ്ടതും കേട്ടതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ബിഹേവിയർ ഡെവലപ്പ് ചെയ്തെടുക്കുക അല്ലേ? ആണോ? ഉറക്കം വരുന്നുണ്ടോ? അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങളുടെ ബിഹേവിയറിൻ്റെ പാർട്ടാക്കി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. കുറച്ച് നേരം വർക്കൗട്ട് ചെയ്യുക, കുറച്ച് നേരം റിലാക്സേഷൻ ചെയ്യുക, കുറച്ച് നേരം നിങ്ങൾക്ക് നിങ്ങളുടേതായ കുറച്ച് സമയം നിങ്ങൾ മാറ്റി വയ്ക്കുക. പഠിക്കാനും ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതിനപ്പുറം ഞാൻ എൻ്റെ ഹാപ്പിനെസ്സിലേക്ക്, ചിലപ്പോൾ വരയ്ക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, വായിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, എഴുതുന്ന ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ ഇതൊന്നും ഞാനിപ്പോൾ ചെയ്യാറില്ല. ഉണ്ടോ? എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് വേണ്ടി സമയം മാറ്റി വയ്ക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൽ മാറ്റി വയ്ക്കാനായിട്ട് സമയമുണ്ടാവും. ചിലവ് ശരിക്കും പിന്നെ ഇവിടുന്ന് പോയിട്ട് വേണമെങ്കിൽ പാത്രം കഴുകാൻ, ഡ്രസ്സ് അലക്കാൻ, മറ്റു പരിപാടികളെല്ലാം ഉണ്ട്, വീട്ടിലെ പണികളുണ്ട്, അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ എന്തായിക്കോട്ടെ, നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയങ്ങൾ മാറ്റി വയ്ക്കണം. അതേപോലെ സ്ലീപ്പ്, ഉറക്കം ലൈഫിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ്. അത് സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഉറക്കം കളയാനൊന്നുണ്ടല്ലോ? എവിടെയല്ലേ? ഇവിടെ ടിപ്പ് ഉറങ്ങില്ലേ? ഉറങ്ങാൻ നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാനാക്കുക. ഒരു പർട്ടിക്കുലർ ടൈമിൽ നിങ്ങൾ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ഭക്ഷണം പ്രോപ്പറായിട്ട് കഴിക്കണം, വെള്ളം കുടിക്കണം, നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കണം. ഇപ്പോൾ എക്സാം ഉണ്ട്, അല്ലെങ്കിൽ ബാക്കി സ്ട്രെസ് ഉണ്ട്, ബാക്കി കാര്യമുണ്ട്, ഇതൊന്നും മാറ്റി വയ്ക്കരുത് കേട്ടോ. ഉറക്കം മാറ്റി വയ്ക്കണ്ട, ഭക്ഷണം മാറ്റി വയ്ക്കണ്ട, വെള്ളം കൂടി മാറ്റി വയ്ക്കണ്ട. അല്ലാതെ എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ പ്ലാൻ ചെയ്യണം. അത് ടൈം മാനേജ്മെൻറ്റ് സ്കില്ലാണ്. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് നമ്മുടെ സമയം മാനേജ് ചെയ്യാം അറിയുമോ? നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാറുണ്ടോ? തികയാത്ത പോലെയൊക്കെ തോന്നില്ലേ? തോന്നാറുണ്ടോ? കുറച്ചുകൂടി സമയം കൂട്ടി കിട്ടിയാലോ എന്ന് തോന്നാറുണ്ടോ? എന്നിട്ട് കൂട്ടി കിട്ടുന്നുണ്ടോ? അപ്പം എന്താ ചെയ്യുക? കുറേ വർക്ക് കട്ട് ചെയ്യില്ലേ? അത് തന്നെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ. പക്ഷെ ആ കട്ട് ചെയ്യുന്നത് എന്താ? നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കളയുക ആണോ? നമ്മുടെ സമയത്തെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് ചില ടിപ്സ് ഉണ്ട്. എങ്ങനെ നമ്മുടെ ആക്ടിവിറ്റി ഷെഡ്യൂൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അർജൻറ്റായ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളും ആണ് ഏറ്റവും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, മനസ്സിലായോ? അർജൻറ്റായ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളും. അങ്ങനെ എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ അർജന്റും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അതും ഡിസ്കസ് ചെയ്യല്ലേ? നിങ്ങളുടെ കാര്യമാണ് ചോദിച്ചത്. അത് അപ്പുറത്തോടെ എന്താണ് ഇതിൻ്റെ അർജന്റായ കാര്യം? എന്തൊക്കെയാ? സ്റ്റഡീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം വരുന്നുണ്ട്, അതാണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അത്ര അർജന്റായ കാര്യമാണ്. നാളെ എക്സാം ഉണ്ടെങ്കിൽ അതാണ് അർജന്റ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. നാളെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്.
വേറെ എന്തൊക്കെയാ? പിന്നെ അത് ഫസ്റ്റ് കാറ്റഗറിയിൽ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യണം. ഓക്കെ, നിങ്ങളൊരു ചാർട്ട് ഉണ്ടാക്കണം. ഉണ്ടാക്കുമോ? നീ പറഞ്ഞോണ്ടോ ഞങ്ങൾ നന്നാവും പോകുന്നില്ല, അത് ആറ്റിറ്റ്യൂഡാണോ? ഓക്കെ, നിങ്ങൾ അങ്ങനെ ഫസ്റ്റ് കാറ്റഗറിയിൽ ഈ സാധനം മെയിൻറ്റെയിൻ ചെയ്യണം. സെക്കൻഡ് കാറ്റഗറിയിൽ അർജന്റ് ആണ്, പക്ഷെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ എനിക്ക് അർജന്റായ കാര്യമാണ്, അത് ഞാൻ പ്രിഫറൻസ് കൊടുക്കണം. ഓക്കെ, ഇങ്ങനെ ചെയ്യാറുണ്ടോ? കേട്ടിട്ടുണ്ടോ സാധനം? നിങ്ങൾ അർജന്റായ കാര്യത്തിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കണം. രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ അത്ര അർജന്റ് അല്ല. ഓക്കെ, മനസ്സിലായോ? ഇപ്പോൾ ഒരു അടുത്ത മാസം ഒരു അസൈൻമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ സെമിനാർ ഉണ്ട്, പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ അത്ര അർജന്റ് അല്ല. മനസ്സിലായോ? അതിന് തേർഡ് പ്രിഫറൻസ് കൊടുക്കണം. ഫോർത്ത് പ്രിഫറൻസോ? 4 കാര്യമുള്ളൂ. അപ്പോൾ നാലാമത്തെ എന്തായിരിക്കും? നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം ഫോൺ. അർജന്റ് ആണോ? ഇമ്പോർട്ടൻ്റ് ആണോ? പക്ഷെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നതോ ഫോൺ. നിങ്ങൾ എത്ര സമയം ഫോൺ യൂസ് ചെയ്തെന്ന് നോക്കാറുണ്ടോ? അറിയോ എങ്ങനെ നോക്കുക? എങ്ങനെ നോക്കുക? നോക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആപ്പുകൾ നോക്കാറുണ്ടോ? പക്ഷെ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാറുണ്ടല്ലേ, ഇതൊന്ന് കുറയ്ക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. ആഗ്രഹിക്കാറുണ്ടോ? വെറുതെ സത്യം പറയണം, ആഗ്രഹിക്കാറുണ്ടോ? പക്ഷെ നിങ്ങൾക്ക് പറ്റാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് പറ്റാതെ? അഡിഷനോ? അത്രക്കൊക്കെ മുത്തോ? എന്തുകൊണ്ടാണ് പറ്റാതെ? എങ്ങനെ നമുക്ക് കുറയ്ക്കുക? ടൈം സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെ അറിയാലേ, ഒരു ചെയ്യൂലേ? ടൈം സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് അപ്പോൾ അത് സംഭവിക്കുന്നതെന്ന് അറിയുമോ? അവൈലബിലിറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഉറങ്ങാൻ കിടക്കും. ഇപ്പം നിങ്ങൾ ഫോൺ എവിടെ വയ്ക്കുക? തൊട്ടിപ്പുറത്ത് അല്ലേ? ആണോ? അല്ല, കുറച്ച് കണ്ടു എൻ്റെ കൈ എത്തുന്നോടത്തിരിക്കും. ആണോ? എന്തിനാ അവിടെ വയ്ക്കുന്നേ? എന്തിനാ അവിടെ ഇരിക്കുന്നേ? ഒരാൾ പറ. ടൈം ഒരു 10-15 വർഷം അല്ലെങ്കിൽ ഒരു 20 വർഷം മുൻപ്, 20 വർഷം പോകണ്ട, ഒരു 10 വർഷം 15 വർഷത്തിനുള്ളിൽ എങ്ങനെയാ ഞങ്ങളൊക്കെ ഏറ്റിരുന്നേ? നിങ്ങളുടെ അമ്മമാരെ എങ്ങനെ ഏറ്റിരുന്നേ? ഫോൺ ഉണ്ടായിരുന്നോ? അലാം ഉണ്ടായിരുന്നോ വീടുകളിൽ? പക്ഷേ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിയൊന്നുമില്ലേ? കറക്റ്റായിട്ട് എല്ലാം അറേഞ്ച് ചെയ്യുന്നില്ലേ? അവരെങ്ങനെ എഴുന്നേറ്റേ? തന്നെ എഴുന്നേറ്റൂലേ? അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പറ്റിക്കുക ചെയ്യുന്ന പരിപാടിയല്ലേ? സമയം നോക്കാനാണ്, അലാമിന് വേണ്ടിയിട്ടാണ്. ആണോ? നമ്മുടെ ബോഡിയിലെ, നമ്മുടെ ബ്രെയിനിൽ ഒരു സാധനം ഉണ്ട്, ഒരു ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്. നിങ്ങൾക്ക് അതിപ്പോ ഉണ്ടോ? ഉണ്ട്. അത് ആക്റ്റീവ് ആണോ? ആകെ കൂടി ആക്റ്റീവ് നമ്മൾ വിശക്കുമ്പോൾ മാത്രമാണല്ലേ? ആണോ? വിശക്കുമ്പോൾ മാത്രമേ സാധനം വർക്ക് ചെയ്യുള്ളൂ. നമുക്ക് നോർമലി എഴുന്നേക്കാൻ പറ്റും, പക്ഷെ ഇന്ന് പോയിട്ട് മാറ്റി വെച്ച് നാളെ ഞാൻ എഴുന്നേക്കാൻ നടക്കൂല കേട്ടോ. നിങ്ങൾക്ക് നോർമലി എഴുന്നേക്കാൻ പറ്റും. നമുക്ക് സമയത്ത് സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് നോർമലി നമ്മുടെ ബോഡി ബ്രെയിൻ അലാം ചെയ്യും. നിങ്ങൾക്ക് ഇന്ന സമയമായി, ഇന്ന ചെയ്യാൻ സമയമായി. ഉറക്കം വന്നു കഴിഞ്ഞാൽ പറയുന്നുണ്ട് പോയി കിടക്കാൻ സമയമായി. വിശക്കുന്ന സമയത്ത് ബോഡി പറയുന്നുണ്ട് വിശപ്പ് വരുന്നുണ്ട്, കഴിക്കാൻ സമയമായി. ഇതേപോലെ എഴുന്നേക്കാൻ നിങ്ങളുടെ ബോഡി ഹെൽപ്പ് ചെയ്യും. പക്ഷെ അവിടെ നിങ്ങൾ ആ സ്കില്ലിനെ മാറ്റി വെച്ച് നിങ്ങൾ വേറെ സാധനത്തിനായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് ആ സ്കിൽ ആക്റ്റീവ് ആവാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു കാരണം കൊണ്ട് ഫോൺ അടുത്ത് വെക്കണ്ട, തന്നെ നിങ്ങൾ എഴുന്നേൽക്കും ഒരു പർട്ടിക്കുലർ ടൈം ആകുമ്പോൾ കേട്ടോ. ഓക്കെ, ആദ്യം ചെയ്യേണ്ടത് ഈ ഫോണിൻ്റെ അടുത്ത് വെക്കുന്നത് മാറ്റി വയ്ക്കുക. അങ്ങനെ അടുത്ത് വെക്കുമ്പോൾ എന്താ പറയുന്നത്? നിങ്ങൾ ഇങ്ങനെ കണ്ണടഞ്ഞ് പോയിട്ട് അപ്പോൾ ഒരു മെസ്സേജ് ചെയ്തു. അപ്പോൾ എന്താ ചെയ്യാം? ചിരിക്കും നോക്കില്ലാരും. എന്താ ചെയ്യാം? അത് എടുത്ത് നോക്കും അല്ലേ? സത്യം പറയണോ? എടുത്ത് നോക്കില്ലേ? നോക്കും, സ്വാഭാവികമായിട്ട് നോണൊന്നും പറയണ്ട, അത് എടുത്ത് നോക്കും. നോക്കി കഴിഞ്ഞാൽ കൂട്ടുകാർ ഹായ് അടിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക? തിരിച്ചൊരു ഹായ് അടിക്കും. പിന്നെയോ ഹായ് ഒരു മണിക്കൂർ ചാറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഒരു റീല് കണ്ടു കിടക്കാം. ചിന്തിക്കാറുണ്ടോ? അതിന്റെ ഒരു റീല് കണ്ടു കിടന്നിട്ട് എത്ര പേരുണ്ട് ഇതില്? ഒരു റീല് മാത്രം കണ്ടു കിടന്ന ആളെ എത്ര പേരുണ്ട് ഇതില്? ഉണ്ടോ? ഇല്ല. റീലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത്, അതിനനുസരിച്ച് റീലുകൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ കാണാനുള്ള പ്രവണതകൾ കൂടും. ഓക്കെ,
അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു 10:30 കിടക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു 9:30 അല്ലെങ്കിൽ 10 മണിക്കെങ്കിലും നിങ്ങളുടെ ഫോൺ മാറ്റി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ചെയ്യില്ല? ഓ വെരി ഗുഡ്, അങ്ങനെ തന്നെ നന്നാവരുത്തിട്ടാലും ഇപ്പോൾ മാറ്റി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഇതിൻ്റെ ആക്സസിബിലിറ്റി കുറയ്ക്കുക. അടുത്ത് വെക്കേണ്ട, കുറച്ച് ദൂരെ വെക്കുക, അല്ലെങ്കിൽ ഹോളിൽ വെക്കുക. അടുത്ത് വെച്ചാൽ എന്താണ്ടാവുമെന്ന് അറിയോ? ഇതേപോലെ മെസ്സേജ് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വരുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം വന്നില്ലെങ്കിൽ ഇത് എടുത്ത് നോക്കാനുള്ള പ്രവണതകൾ കൂടും, ടെൻഡൻസി കൂടും. ഓക്കെ, അത് നിങ്ങളുടെ സ്ലീപ്പിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. ക്ലിയർ ആയിട്ട് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ഫോണിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആപ്പുകൾ ഏതൊക്കെയാ? യൂട്യൂബ്, ഇൻസ്റ്റ, വാട്സാപ്പ്, പിന്നെ ഏതാ? ഇവരിനൊക്കെ ഒരു ഫോൾഡറിലേക്ക് മാറ്റുക. മനസ്സിലായോ? ഒരു ഫോൾഡറിലേക്ക് മാറ്റുക. ഇപ്പോൾ നിങ്ങൾ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഓപ്പൺ ആയി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നു? ഒന്നും തൊടാൻ തോന്നുന്നില്ല, സ്നേഹിക്കാൻ തോന്നുന്നില്ല, തോന്നുന്നു. അത് കാണുമ്പോൾ തൊട്ട് നോക്കാൻ തോന്നുന്നു. തോന്നാറുണ്ടോ? അപ്പൊ എന്തായി? നേരത്തെ പറഞ്ഞ പോലെ ഹായ് ഉണ്ട്, അപ്പൊ അത് റിപ്ലൈ കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ ഉണ്ട്, അത് കണ്ടിരിക്കും. അങ്ങനെ നമ്മൾ അതിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആപ്പുകളെ ഒരു ഫോൾഡറിലേക്ക് മാറ്റുക. അപ്പോൾ കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കുറയും, പ്രവണത കുറയും. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആയോ പറയുന്നത്? ചെയ്ത് നോക്കുമോ നിങ്ങൾ? പിന്നെ നിങ്ങളുടെ ഫോൺ ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യുമല്ലേ? ആ വാൾപേപ്പറൊക്കെ നല്ല ഭംഗിയിൽ കീപ്പ് ചെയ്യില്ല എല്ലാവരും? വെറുതെ പൊട്ടിപ്പൊളിഞ്ഞ സ്ക്രീൻ ഗാർഡും ഭംഗിയില്ലാത്ത വാൾപേപ്പറൊക്കെ ഇടങ്ങൾ ഇടാറ് അല്ല, അതിനെ ഭംഗിയായിട്ട് സൂക്ഷിക്കും, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നോക്കും. പക്ഷെ അത്ര അട്രാക്റ്റീവ് ആവുന്ന രീതിയിൽ നിങ്ങളുടെ വാൾപേപ്പർ അല്ലെങ്കിൽ ഫോണിന് യൂസ് ചെയ്യണ്ട. ഭംഗി കൂടുമ്പോഴാണ് കൂടുതൽ നോക്കാൻ ഉണ്ടാവുന്നതാണ് റിസർച്ചുകൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്ര ഭംഗിയിൽ അതിനെ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏറ്റവും കൂടുതൽ എപ്പോഴാണോ നിങ്ങൾ ഈ ഫോൺ യൂസ് ചെയ്യുന്നത്, ചിലപ്പോൾ മോർണിംഗിലായിരിക്കും, എഴുന്നേറ്റ് കിടന്നിട്ടായിരിക്കും ഫോൺ ഉപയോഗിക്കുക, ചിലപ്പോൾ നൈറ്റ് കിടക്കാൻ നേരത്തായിരിക്കും ഉപയോഗിക്കുക, അല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങൾ കൂടുതൽ ഫ്രീ ആവുന്ന സമയം, ഒന്നും ചെയ്യാൻ ഇല്ലാത്ത സമയം, ഈ സമയങ്ങളായിരിക്കും കൂടുതൽ നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾ ട്രാക്ക് ചെയ്യുക. ചില മോർണിംഗിലാണെങ്കിൽ ആ മോർണിംഗിൽ ചെയ്യാനുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഷെഡ്യൂൾ ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേറെ ആക്ടിവിറ്റികൾ ഷെഡ്യൂൾ ചെയ്യുക. ഈവനിങ്ങിലാണെങ്കിലും അതേപോലെ ആക്ടിവിറ്റി ഷെഡ്യൂൾ ചെയ്യുക. ഓക്കെ, ആ ടൈമിനെ വേറെ കാര്യത്തിലേക്ക് പാക്ക് ചെയ്യുക. പറ്റുമോ? എവിടെ അല്ലേ? നടക്കില്ല സാറേ, ഈ കാര്യം മാറില്ല. പറ്റും, ഒരു ദിവസം കൊണ്ട് പറ്റൂല. ഒറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം മാറ്റിയെടുക്കാമെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡോട് കൂടി ആരും ചെയ്യേണ്ടതാണ്. പക്ഷെ നിങ്ങൾ രാജ്യത്തിൽ ഒരു 10-15 ദിവസം ഇതേപോലെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഇങ്ങനെ നോക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ടോ? ഫോൺ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഒരു പ്രശ്നമില്ല. ഉണ്ടോ? എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവാം? കണ്ണ്, അത് പോട്ടെ, കണ്ണടയ്ക്കാം, ഞാൻ വെച്ചിട്ടില്ല. വേറെ തലവേദന, പിന്നെ ഉറക്കം കിട്ടാതെ, പിന്നെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത, ഒന്നിനോട് ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ള നിങ്ങളുടെ അറ്റൻഷൻ സ്പാൻ കുറയും. മനസ്സിലായോ? നിങ്ങളെല്ലാവരും 1 മിനിറ്റിന് താഴെയുള്ള റീലുകളാണ് കാണുന്നത്, അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത്. ഇങ്ങനെ ഷോർട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു 1 hour ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുമ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അവിടെ നിങ്ങളുടെ അറ്റൻഷൻ എഫക്റ്റ് ചെയ്യും. നിങ്ങൾ പഠിക്കാനിരുന്നാലും ആ പഠിക്കാനുള്ള ഒരു ടൈം സ്പാൻ കിട്ടില്ല. കുറേ സമയം ഇരിക്കാൻ പറ്റാറുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. അപ്പോഴേക്ക് നിങ്ങൾക്ക് ഫോൺ നോക്കാനുള്ള ടെൻഡൻസി വരും, അല്ലെങ്കിൽ എഴുന്നേറ്റ് പോകാൻ ടെൻഡൻസി, വെള്ളം കുടിക്കാൻ തോന്നും, പല സാധനങ്ങൾ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യും. അത് നിങ്ങളുടെ ഈ ഫോൺ യൂസ് നിങ്ങളുടെ അറ്റൻഷനെ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ അടുത്ത പണി കിട്ടും മെമ്മറിയിലാണ്. ഓർത്ത് വയ്ക്കാനുള്ള കഴിവ് നിങ്ങളെ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കോഗ്നിറ്റീവ് ആസ്പെക്ട്സിൽ ഫോൺ യൂസ് കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. ബിഹേവിയർ പ്രോബ്ലംസ് ഉണ്ടാവും, ബിഹേവിയർ കോപ്പിംഗ് ഉണ്ടാവും. അത് കണ്ടിട്ട് ബിഹേവിയർ കോപ്പിംഗ് ഉണ്ടാവും.
പിന്നെ നിങ്ങൾ കാണുമ്പോൾ അവള് ഭയങ്കര രസമായിട്ട് ചിലപ്പോൾ തായ്ലാൻഡിലോ വേറെ സ്ഥലത്തൊക്കെ പോയി ഫോട്ടോ ഒന്നുമില്ല, അയ്യോ എനിക്കിതൊന്നും പറ്റിയില്ലല്ലോ, അവൾ അങ്ങനെ ഡ്രസ്സ് ഇടുന്നുണ്ടല്ലോ, എനിക്കത് പറ്റുന്നില്ലല്ലോ, അവൾ ഇങ്ങനെ റെസ്റ്റോറൻറ്റിൽ പോകുന്നുണ്ടല്ലോ, എനിക്കതിന് പറ്റുന്നില്ലല്ലോ, അങ്ങനെ തോട്ട്സ് ഇങ്ങനെ ഫോം ചെയ്യാൻ തുടങ്ങും. ഗ്രാജുവലി അതൊരു ആൻസൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ പോലുള്ള കണ്ടീഷനിൽ പോകാനും സാധ്യത കൂടുതലാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പോൾ നിസ്സാരമായിട്ട് കരുതരുത്. അതുകൂടാതെ നിങ്ങളുടെ സ്പൈനൽ പ്രോബ്ലംസ് ഉണ്ടാവും. നിങ്ങളെല്ലാവരും ഫോൺ യൂസ് ചെയ്യും. ഫോൺ എങ്ങനെ പിടിക്കുക? നിങ്ങൾ ഒന്ന് പിടിച്ചത് നോക്കട്ടെ. കുറച്ച് ശരിക്കും നിങ്ങൾ നോർമൽ പിടിക്കുന്ന പോലെ പിടിക്കും. ഈ ഒരു പൊസിഷനിലല്ലേ പിടിക്കുന്നത്? ഇങ്ങനെ പിടിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? നിങ്ങളുടെ സർവൈക്കൽസ് ഉണ്ടല്ലോ, ഇവിടുത്തെ കഴുത്തിനാണ് നെല്ല്, ഇതിൽ കുറച്ച് വളയും. ആ വളയുമ്പോൾ പതുക്കെ വരഞ്ഞ് അവിടെ തേയ്മാനങ്ങളുണ്ടാവും, അവിടെ ഡിസ്ക് പ്രോബ്ലംസ് ഉണ്ടാവും. സർവൈക്കൽ സ്പോണ്ടിലൈസിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻസ് ഉണ്ട്. അവിടെ തെല്ല് തേഞ്ഞിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഉണ്ടാവുക? ഈ കൈയിൻ്റെ ഇവിടേക്ക് വേദനകളും തരിപ്പൊക്കെ വരും. ഗ്രാജുവലി അത് നല്ല ഫാമിലിക്ക് വന്നാൽ നിങ്ങളുടെ മൂവ്മെന്റ്സിനെ തന്നെ ബാധിക്കും. നിങ്ങളുടെ പല രീതിയിലുള്ള ഫിസിക്കൽ പെയിനുകൾ അല്ലെങ്കിൽ ഫിസിക്കലി മൂവ്മെന്റ് ആയിട്ടുള്ള പ്രോബ്ലംസിലേക്ക് വരെ പോകാൻ സാധ്യത കൂടുതലാണ് ഇത്തരം കണ്ടീഷൻസ്. ഓക്കെ, ക്ലിയർ ആയോ? പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ ആയിട്ട് നമുക്ക് ഇടപഴകാനുള്ള ഒരു എബിലിറ്റി കുറയും. മറ്റുള്ള ആളോട് സംസാരിക്കേണ്ട രീതികളിലുള്ള സ്കില്ലൊക്കെ നമുക്ക് റെഡ്യൂസ്ഡ് ആവാൻ സാധ്യത കൂടുതലാണ് ഫോൺ യൂസ് കൊണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യം നമ്മൾ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ടൈം പാക്ക് ചെയ്യുക, ആക്സിബിലിറ്റി കുറയ്ക്കുക, നെറ്റ് ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുക. 1.5 GB കുറഞ്ഞുള്ള ഒരു ഡാറ്റ നിങ്ങളുടെ ഉണ്ടോ? എന്തിനാണ് 1.5 GB യൂസ് ചെയ്യുമോ? തീരുമോ? ഇല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം യൂസ് ചെയ്യും. ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഒരു 4 GB കൊണ്ട് 2 GB ഒക്കെ ഉണ്ടെങ്കിൽ ഒരു മാസം ചെലവഴിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ? ആണോ മിസ്സേ? എവിടെയല്ലേ? ഞാൻ 38 വയസ്സായി. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു. ചെറുപ്പത്തിലല്ല, നമുക്കൊരു ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയായിരുന്നു. ഒരു 2 GB 3 GB ഒക്കെ ചിലപ്പോൾ ഒരു മാസം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഒരു മാസം ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായോ? നമുക്ക് ആവശ്യമുള്ള ഒരു ഡാറ്റ മാത്രമേ നമ്മൾ പർച്ചേസ് ചെയ്താൽ മതി. ആവശ്യത്തിനൊന്നും വാങ്ങണ്ട. ഓക്കെ, ചിലപ്പോൾ അത് നിങ്ങളുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ആവശ്യമുള്ളത് മാത്രം വാങ്ങാൻ നമ്മൾ ടൈം പാക്ക് ചെയ്യുക. പിന്നെ അതേപോലെ ആക്സസിബിലിറ്റി കുറയ്ക്കുക. അങ്ങനെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് കീപ്പ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ഏറ്റവും യൂസ് ചെയ്യുന്ന ആപ്പുകൾ ഫോണിലേക്ക് മാറ്റുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യുമോ? ഷുവർ അല്ലേ? നോക്കുക നിങ്ങളുടെ ലൈഫിൽ എന്ത് മാറ്റമാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത് നമുക്ക് നോക്കാം. മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നെങ്കിൽ എഫേർട്ട് ഇടണം. ഒരു ബിഹേവിയർ തന്നെ മാറില്ല കേട്ടോ. തന്നെ മാറിയിട്ടുള്ള ഒരു കഥയുമില്ല. ഞാൻ എഫേർട്ട് ഇട്ടാൽ മാത്രമാണ് എൻ്റെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഒരു മാറ്റാൻ പറ്റിയ മെഡിസിനാണ്. മെഡിസിനിൽ ആ തോട്ടിനെ അല്ലെങ്കിൽ ആ ഇതിന് ഇമ്പാക്ട് കുറച്ച് കൊണ്ടുപോകും നിങ്ങൾക്ക് ആ ചേഞ്ചുകൾ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് സേവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എഫേർട്ട് ഇടണം. എഫേർട്ട് ഇടണമെങ്കിൽ കുറച്ച് ടൈം എടുത്താലേ ചേഞ്ച് ആവുള്ളൂ. എഫേർട്ട് ഇട്ടാൽ കുറച്ച് സമയം എടുത്തിട്ടേ ചേഞ്ച് ആവുള്ളൂ. അതിപ്പോൾ തുടങ്ങി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെന്താ നിങ്ങൾ ബുദ്ധിമുട്ടുന്ന കാര്യങ്ങൾ? അല്ലെ, ഏകദേശം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്ത് പോയോ? ഒരു ഡിപ്രഷൻ, സൂയിസൈഡൽ തോട്ടുകൾ. ഡിപ്രഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തോ? ഇല്ല. ചെയ്തു. സൂയിസൈഡ് ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ കുട്ടികൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ എന്താ ചെയ്യുക? ഒരു കുട്ടി പറയുകയാണെങ്കിൽ സൂയിസൈഡ് ചെയ്യാൻ തോട്ട്സ് ഉണ്ടാവുന്നുണ്ട്, ഉറക്കുണ്ടാവുന്നില്ല, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അതൊരു ഡിപ്രഷൻ സിംറ്റംസ് ആണോ നോക്കുക. ഈ ഡിപ്രഷൻ കൊണ്ടാണ് കുറേ പേര് സൂയിസൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പല സൂയിസൈഡ് ചെയ്ത ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിപ്രഷൻ ഒരു കോസായിട്ട് കാണാം. അപ്പോൾ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യണം. ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ നമുക്ക് സൈക്കോതെറാപ്പി കൊണ്ടൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസ് ആണ്. കുറച്ചുകൂടി കഴിഞ്ഞ് നമ്മൾ അതിന് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ പഠന വൈകല്യം. കുട്ടികളിൽ ഉണ്ടാകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം പഠന വൈകല്യം. എന്താ ലേണിംഗ് ഡിസബിലിറ്റി? പറ, എന്താ ലേണിംഗ് ഡിസബിലിറ്റി? പറയൂ. പഠിപ്പിച്ചിട്ടുണ്ടോ? ഒന്ന് മനസ്സിലായിട്ടുണ്ടോ? ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചത്. ഒരാള്
ഒരാൾ പറയാം, അപ്പൊ പറയൂല അല്ലേ? എന്തുകൊണ്ടാണ് ലേൺ ഡിസബിലിറ്റി ഉണ്ടാവുന്നത്? നിങ്ങളുടെ ഒരു നോർമൽ തോട്ട്സിൽ പറ, എന്തുകൊണ്ടാണ് ലേൺ ഡിസബിലിറ്റി ഉണ്ടാവുന്നത്? ജെനറ്റിക്സ്. പിന്നെ പിന്നെ ലൈഫ് സിറ്റുവേഷനും ഉണ്ട്. പിന്നെ ഞാൻ ഫ്രീ ആയിട്ട് സംസാരിക്കുന്നു. ഞാൻ മാർക്കിലാണ് എക്സാം വൈകൊന്നും അല്ലല്ലോ. സാഹചര്യം കൊണ്ടുണ്ടാവുന്നുണ്ട്, സബ്ജക്റ്റിനോട് ഉണ്ടാവുന്നുണ്ട്. ഇതൊന്നുമില്ല ഡിസബിലിറ്റി. സബ്ജക്റ്റിനോട് ഉണ്ടാവുന്ന സാധനം ഡിസബിലിറ്റി അല്ല. ആ സബ്ജക്റ്റിനോട് ഉണ്ടാവുന്ന ഫാക്ടർ അല്ല. ഓക്കെ, ലേണിംഗ് ഡിസബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജോ അതിൽ കൂടുതലോ ഐക്യു ഉള്ള, ഐക്യു എന്താണെന്ന് അറിയില്ലേ? എന്താ ഐക്യു? അതെന്താ അതെന്താ സാധനം? ഈ ഐക്യു അല്ല ഇന്റലിജൻസ് ഉള്ള സാധനം എന്താ? മെമ്മറി പവർ, ഗ്രാസ്പ് ചെയ്യാനുള്ളത് മെമ്മറി എന്ന് പറഞ്ഞാൽ പോരെ. പിന്നെ ഇന്റലിജൻസ് എന്ന് പറയുന്നതിന് അല്ല, നമ്മളെ ഈ ഒരു കോൺസെപ്റ്റ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള സാധനങ്ങളാട്ടോ. അതാണ് ഞാനോട് ചോദിക്കുന്നത്. ആണോ? പിള്ളേരെ പഠിക്കുമ്പോൾ ഐക്യു ഒരു ഫാക്ടർ അല്ലേ? അപ്പൊ എന്താ ഐക്യു നമ്മൾ അറിയണം. പൊട്ടൻഷ്യൽ, ഇന്റലിജൻസ്, എബിലിറ്റി ടു തിങ്ക്, ഒരട്ടെ പോരില്ല. ഓക്കെ, നോർമലി പറയുകയാണെങ്കിൽ നമ്മൾ 1 കിലോ അല്ലെങ്കിൽ 1 ലിറ്റർ എന്നൊക്കെ പറയുമല്ലോ, അതേപോലെ നിങ്ങളുടെ ബുദ്ധിയെ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു തോതിനെയാണ് ഐക്യു അല്ലെങ്കിൽ ഇന്റലിജൻസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇന്റലിജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ എബിലിറ്റികളുടെ സം എടുത്തിട്ടാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുക. ഐക്യു ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മെമ്മറി ഉണ്ടാവും, അറ്റൻഷൻ ഉണ്ടാവും, ലാംഗ്വേജ് ഉണ്ടാവും, റീസണിങ് ഉണ്ടാവും, പ്രോബ്ലം സോൾവിങ് ഉണ്ടാവും. അങ്ങനെ കുറേ വാരിയബിൾസ് ഉണ്ട്. ഇതിൽ കുറേ ക്വസ്റ്റ്യൻസും ഉണ്ട്, കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതെല്ലാം അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അതിനൊരു സ്കോറിങ് വെച്ചിട്ടാണ് നമ്മൾ അവരുടെ ഐക്യു കാണുക. ഐക്യു കാണുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, MA/CA × 100. ഈ MA ആണ് നമ്മൾ ഈ ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കുക, പിന്നെ CA വെച്ചിട്ടാണ് അതിന് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഒരു വാരിയബിൾ വെച്ചിട്ട് നമ്മൾ അവനെ ബുദ്ധിയുണ്ട് ബുദ്ധിയില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കുറേ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ അതിനെ അസസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. ആ കണ്ടുപിടിച്ചതിനെയാണ് ഐക്യു എന്ന് പറയുന്നത്. ആ ഐക്യു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ബുദ്ധിയുടെ എബിലിറ്റിയാണ് പറയുന്നത്. അത് അളക്കുന്ന ഇതിനെയാണ് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയോ? ആ കോൺസെപ്റ്റ് ക്ലിയർ ആയോ? അല്ലാതെ അവൻ ഒരു കാര്യം ചെയ്യുന്നത് വെച്ചാൽ അവൻ ബുദ്ധി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അതിനെ കുറെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 90 മുകളിലുള്ള ആണെങ്കിൽ ഒരു ആവറേജ് എന്ന് പറയാം. 90നും 80നും ഇടയിലാണെങ്കിൽ അതിന് ബിലോ ആവറേജ്, ഡൾ നോർമൽ എന്ന് പറയുന്നു. പിന്നെ 70നും 80നും ഇടയിലാണെങ്കിൽ അതിന് ബോർഡർ ലൈൻ എന്ന് പറയുന്നു. 70 താഴത്താണെങ്കിൽ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, ആ ഇന്റലക്ച്വൽ ഡിസബിലിറ്റിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, പ്രൊഫൗണ്ട് എന്ന രീതിയിൽ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇത് ഏതിലാണ് ആ കുട്ടി നിൽക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐക്യു ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇതുകൊണ്ടാണോ ആ കുട്ടി പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവണം അറിയണം. ആദ്യത്തെ ഒരു കാര്യമാണ്. ബുദ്ധിയുടെ പ്രശ്നം കൊണ്ടാണോ ആ കുട്ടി പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവണം. ഓക്കെ, ഇപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജോ അതിൽ കൂടുതലോ ഐക്യു ഉള്ള, അത് 90നോ അതിൽ കൂടുതലോ ഐക്യു ഉള്ള ഒരാൾ, പഠിക്കാൻ എല്ലാ സാഹചര്യങ്ങളും കിട്ടിയിട്ടുള്ള ഒരാൾ, മറ്റു വൈകല്യങ്ങളൊന്നും ഉണ്ടാവരുത്. കാഴ്ചയ്ക്കോ കേൾവിക്കോ മറ്റു ബുദ്ധിപരമായിട്ടുള്ള, മാനസികപരമായിട്ടുള്ള, ചലനപരമായിട്ടുള്ള വൈകല്യങ്ങളൊന്നും ഉണ്ടാവരുത്. എന്നിട്ടും പഠനത്തിൽ പിന്നോക്കം നിൽക്കുകയാണെങ്കിൽ അതൊരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്ത് കണ്ടാൽ മാത്രമാണ് നമുക്കതിനെ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡർ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ? ഓക്കെ, അല്ലാതെ പഠിക്കാൻ ബാക്കിൽ നിൽക്കുന്ന എല്ലാ കുട്ടികളും ലേണിംഗ് ഡിസബിലിറ്റി അല്ല. ഓക്കെ, ഈ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് വെക്കണം കേട്ടോ. നമുക്ക് പലപ്പോഴും ടീച്ചേഴ്സ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞ കുട്ടികളുടെ വിടും, ലേണിംഗ് ഡിസബിലിറ്റി ആവണമെന്നില്ല. അപ്പോൾ അല്ല എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് സമ്മതിക്കില്ല. അപ്പം ഈ കോൺസെപ്റ്റ് ആദ്യം നിങ്ങൾ ക്ലിയർ ചെയ്ത് വെക്കണം. ഓക്കെ, ഇത് ഉണ്ടാവാനുള്ള കാരണം എന്താ? അവരുടെ ബ്രെയിനിൽ ഉണ്ടാവുന്ന ചില ഫങ്ഷണൽ ചേഞ്ച് കൊണ്ടാണ് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാകുന്നത്. ഹെറിഡിറ്ററി ഫാക്ടർ ഒക്കെ ഒരു കാരണങ്ങളാണ്, പക്ഷെ അവനിൽ ഉണ്ടാവുന്നത് അവരുടെ ബ്രെയിനിലെ ചില ലോബുകളിലെ ചില ഏരിയയിൽ ഉണ്ടാവുന്ന ഫങ്ഷണൽ എറർ കൊണ്ടാണ് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാവുന്നത്. അതിന് കറക്റ്റ് ചെയ്യാനാണ് റെമഡിയൽ ട്രെയിനിങ് എന്ന് പറയുക.
ബ്രെയിന് 4 ലോബുകളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഏതൊക്കെയാ? ഫ്രണ്ടൽ ലോബ്, ഒസിപിറ്റൽ ലോബ്, ടെമ്പറൽ ലോബ്, പാരറ്റൽ ലോബ്. ഇതിന്റെ ഫങ്ഷൻസ് എന്താ? ജോലി എന്താ അവരുടെ? ഓരടിക്കുന്നുണ്ടോ? ക്ലാസ് എടുത്ത് നമ്മൾ തോന്നുന്നുണ്ടോ? ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. ഇതിന്റെ ഫങ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫ്രണ്ടൽ ലോബിന്റെ ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉള്ള ഇൻഫോർമേഷൻ, ചില കാര്യങ്ങൾ റീസണിങ്, മെമ്മറി, ലാംഗ്വേജ് ഏരിയ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഫ്രണ്ടൽ ലോബ്. ഒസിപിറ്റൽ ലോബ് വിഷനെയാണ്, ടെമ്പറൽ ലോബ് ഹിയറിംഗിനെയാണ്. ഈ നമ്മുടെ ബ്രെയിനിൽ വരുന്ന എല്ലാ സ്റ്റിമുലസുകളിലും അസോസിയേറ്റ് ഏരിയയാണ് പാരറ്റൽ ലോബ് എന്ന് പറയുന്ന ലോബ്. വരുന്ന ഇൻഫോർമേഷൻസിലേക്ക് അവിടെ വന്നിട്ട് വേറെ ഔട്ട്പുട്ടിലേക്ക് ആക്കിയിട്ടാണ് തിരിച്ചു വരുന്നത്. ഞാൻ കേൾക്കുന്ന കാര്യം ആദ്യം നിങ്ങളുടെ ടെമ്പറൽ ലോബിൽ പോയി പാരറ്റൽ ലോബിൽ പോയിട്ട് വേണം അതൊരു വേർഡ് അല്ലെങ്കിൽ തോട്ടായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് കാഴ്ചയ്ക്കും കേൾവിക്കും ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവർക്ക് എല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഔട്ട്പുട്ട് വരുമ്പോൾ മാറിപ്പോകും. അതല്ലേ ലേണിംഗ് ഡിസേബിളിൽ കാണുന്ന പ്രോബ്ലം. കണ്ടിട്ടുണ്ടോ കുട്ടികളെ? കണ്ടില്ലേ? കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അവിടെ ഇവര് വേറെ ഔട്ട്പുട്ടിലേക്ക് മാറ്റാൻ ഇവരുടെ ബ്രെയിനിലെ പാരറ്റൽ ലോബിലെ ചില ഫങ്ഷണൽ ഏരിയയിൽ എററുകൾ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവും. അപ്പം അത്തരം കുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്യണം, ബ്രെയിനെ ട്രെയിൻ ചെയ്യണം. ആ ട്രെയിൻ ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ റെമഡിയൽ ട്രെയിനിങ് എന്ന് പറയും. ഓക്കെ, ആ ട്രെയിനിങ് കൊടുത്തുകൊണ്ടാണ് നമുക്ക് അവരുടെ ലൈഫിൽ നല്ല ചേഞ്ചുകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മളിതിനെ കണ്ടുപിടിച്ചില്ല, ടീച്ചേഴ്സ് എന്ന രീതിയിൽ നമ്മളതിനെ കണ്ടുപിടിച്ചില്ല. അപ്പം എന്താ ഉണ്ടാവുക? അവരുടെ ലൈഫിൽ വല്ല ബുദ്ധിമുട്ടുണ്ടാവും. എന്താ ബുദ്ധിമുട്ടുണ്ടാവുക? വായിക്കാൻ എഴുതാൻ ചിലപ്പോൾ ഒരു 5 വർഷങ്ങൾക്ക് ശേഷം സർട്ടിഫിക്കറ്റ് ഉള്ള എഴുതാനും വായിക്കാനും അറിയാത്ത കുറേ കുട്ടികളുണ്ടാവും നമ്മുടെ സമൂഹത്തിൽ. ഓക്കെ, അപ്പൊ അതിന് ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നത് നിങ്ങളാണ്. ട്രെയിനിങ്ങിന് റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളാണ്. പലപ്പോഴും നമുക്ക് കുട്ടികളെ കിട്ടുക 10th അല്ലെങ്കിൽ 9th എത്തുന്ന സമയത്ത് അപ്പോഴേക്കും അവരുടെ ഒരു പാർട്ട് എൻഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പൊ ഈ ലേണിംഗ് ഡിസബിലിറ്റിയുള്ള കുട്ടി നമ്മൾ ആദ്യം തെറപ്പി കൊടുത്തില്ലെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന ആദ്യം ഒരു ഇമോഷണൽ ചേഞ്ചുകളുണ്ടാവും. എനിക്കൊന്നും പറ്റൂല, ഞാൻ കൊള്ളാത്തവനാണ്, എനിക്കൊന്നും അറിയാത്തവരാണ്, ഞാൻ മണ്ടരാണ്, തോട്ട്സ് ഒക്കെ ഒരു ഫോം ചെയ്യാൻ തുടങ്ങും. സെക്കൻഡ് ലെവലിലേക്ക് എത്തുമ്പോൾ കുറച്ച് ഏജ് ആകുമ്പോൾ പിന്നീട് അവർക്ക് ഇമോഷണൽ ഡിസോർഡേഴ്സ്, അതേപോലെ മൂഡ് ഡിസോർഡേഴ്സ് ഒക്കെ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. റീസെന്റ് എനിക്ക് വന്നിട്ട് കേസ് 24 വയസ്സായ കുട്ടിയാണ്. അപ്പോൾ അവൻ ജോലിക്ക് പോകുന്നില്ല, ആരോടും മിണ്ടുന്നില്ല, ഒന്നും ആക്റ്റീവ് അല്ലാതെ ഇരിക്കുകയാണ് കൊണ്ടാണ് ഒരു പാരന്റ് കൊണ്ടത്. പക്ഷെ അവൻ 10th സ്ക്രൈബിന് വെച്ച് എഴുതി +2 ഫെയിൽഡാണ്. ഓക്കെ, അപ്പോൾ ഒരു ജോലിക്ക് പോകണമെങ്കിൽ ഒരു എഴുതാനും വായിക്കാൻ അറിയണം. മറ്റൊരാളുടെ സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ബേസിക് ഇൻഫർമേഷൻസ് അവരോട് ചോദിച്ചാൽ വായിച്ച് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അവൻ സമൂഹത്തിൽ നിന്ന് വിട്രോവലായി ഒതുങ്ങിയിരിക്കുന്ന, ആരോടും ഇടപെടാതെ അവൻ്റെ വീടും റൂമുമായിട്ട് കഴിയുന്ന ഒരു ചുറ്റുപാടിലേക്ക് അവൻ ഒതുങ്ങി കൂടുകയാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും, അവരുടെ ലൈഫിൽ ഉണ്ടാവാം. അപ്പം അതിനൊക്കെ സേവ് ചെയ്യാൻ നിങ്ങൾക്കേ ആദ്യം പറ്റുള്ളൂ. ഒരു കുട്ടിയുടെ ആദ്യം ഇത് ഐഡന്റിഫൈ ചെയ്യുന്നത് പക്ഷേ ടീച്ചേഴ്സ് ആയിരിക്കും. ക്ലിയർ ആയോ? ബാക്കിയുള്ള സിംറ്റംസ് നിങ്ങൾ പഠിച്ചോ. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ലേണിംഗ് ഡിസേബിലിറ്റി ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഡിസേബിലിറ്റീസിനെ പറ്റി അധികം പറയേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ, നിങ്ങൾ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പഠിച്ചോ? ഒരാള് ഒരു ടെൻഷൻ പറയുകയാണ്, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പഠിച്ചോ? ലിസൺ ചെയ്യുക, എന്നിട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളോട് സെൻഡ് ചെയ്ത് കൊടുക്കുക. കേട്ടാൽ മതി. കേട്ട് കഴിഞ്ഞാൽ പലപ്പോഴും അത് അവർ കുറച്ചൊന്ന് ഹീലാവും. ടൈം നീട്ടി കിട്ടും അവർക്ക്. പെട്ടെന്നുള്ള തോട്ടിലാണ് പലരും സൂസൈഡ് ചെയ്യുന്നത്. പിന്നെ സൂസൈഡ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ ഒരു ചില സിംറ്റംസ് ഒക്കെ അവർ കാണിക്കും. ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഒരു പെട്ടെന്ന് സൂസൈഡ് ചെയ്യുന്നതല്ല, ഇതിനെ പറ്റിയ ഇൻഫോർമേഷൻസ് ഒരു കളക്ട് ചെയ്യും. നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ ജെമിനിയെ നോക്കിയിട്ട് കണ്ടുപിടിച്ചു എന്ന് പറയുന്നില്ലേ, സെർച്ച് ഹിസ്റ്ററീസ് ഒക്കെ നമുക്ക് ചിലപ്പോൾ ചെക്ക് ചെയ്തവർക്ക് മനസ്സിലാവും. ഇവരിതിനെ പറ്റിയുള്ള ഇൻഫോർമേഷൻ എങ്ങനെയാണ് പെയിൻലെസ് ആയിട്ടുള്ള കാര്യം ഉണ്ടാവുക, എങ്ങനെ ഈസി ആയിട്ട് സൂസൈഡ്, എങ്ങനെ കാര്യങ്ങൾ ചിലപ്പോൾ സെർച്ച് ചെയ്യുന്ന ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ അവരുടെ സംസാരത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഭയങ്കര ഹോപ്പ്ലെസ് ആയിട്ടുള്ള സംസാരം ഉണ്ടാവുക. എൻ്റെ പ്രോബ്ലംസ് ആരും നോട്ടീസ് ചെയ്യുന്നില്ല എന്ന രീതിയിൽ സംസാരിക്കാൻ സാധ്യത കൂടുതലാണ്. പിന്നെ അവർ ഇത്ര നാൾ കളക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതകളുണ്ട്. പിന്നെ സ്ലീപ്പിലൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവും, ദേഷ്യം വരും, അങ്ങനെ കുറേ ചേഞ്ചുകൾ അവരുടെ ഇടയിലുണ്ടാവും. ഓക്കെ, അപ്പം ഇത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുമല്ലേ. ചിലപ്പോൾ സംസാരിക്കുന്നത് സൂസൈഡിനെ പറ്റിയിട്ടുള്ള ടോപ്പിക്സുകളായിരിക്കും നമ്മളോട് സംസാരിക്കുക, അല്ലെങ്കിൽ ലൈഫ് മടുത്തു എന്ന രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള ടോപ്പിക്സിലായിരിക്കും നമ്മളധികം സംസാരിക്കുക. അപ്പോൾ അത്ര ആൾക്കാരനെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കാൻ മനോഭാവം കൊടുക്കണം. കറക്റ്റായിട്ടുള്ള ഒബ്സർവേഷൻ അവരോട് ഉണ്ടായിരിക്കണം. നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്പേസ് അവരോട് കൊടുക്കണം. ഓക്കെ, ക്ലിയർ ആയോ?
അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുമോ? അതോ ഞാൻ ഫസ്റ്റ് നമ്മൾ ഓടിപ്പോവോ പേടിച്ചിട്ട്? പക്ഷെ അങ്ങനെ നമ്മൾ ഒരിക്കലും ഓടിപ്പോകരുത് കേട്ടോ. ചിലപ്പോൾ ആ ഒരു നിമിഷമാവും ചിലപ്പോൾ അവരുടെ ലൈഫിൽ ഒരു ടേണിങ്ങിന് സഹായിക്കാം. അപ്പൊ ആ ടേൺ ചെയ്യാനുള്ള ഒരു വഴി നമ്മളായിരുന്നാൽ ചിലപ്പോൾ ആ ഫാമിലിക്ക് തന്നെ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. ഓക്കെ, നോക്കാം നമുക്ക്. പിന്നെ എന്തൊക്കെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ? നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാവും? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളെ പറ്റി അറിയണമെന്നുണ്ടോ? ഇല്ല. നമുക്ക് കാര്യം ചെയ്താലോ? നമുക്ക് കുറച്ച് ഒരു ആക്ടിവിറ്റീസ് ചെയ്താലോ? വേണ്ട, എടുത്തു. കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാം നമുക്ക്. റെഡി ആണോ നിങ്ങൾ? ഞാൻ കുറച്ച് ഇവന്റുകൾ തരാം. ആ സാഹചര്യം നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളത് ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പറയാം. ഓക്കെ, എങ്ങനെ നമുക്ക് ഗ്രൂപ്പ് ആവണ്ടേ? എത്ര പേരുണ്ട് ടോട്ടല്? ഒരു 10 പേരുള്ള ഓരോ ഗ്രൂപ്പ് ആവുമോ? ഇപ്പോൾ 1 2 3 ഒന്ന് കൗണ്ട് ചെയ്യൂ. ഓരോ ഗ്രൂപ്പുകളായിട്ട് നിങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുമോ? 1 to 10 വരെയുള്ള ഓരോ റൗണ്ട് ആയിട്ട് ഉണ്ടാവും. ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.